السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്ന, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പൂർത്തീകരിച്ചു തന്ന ഈ പരിശുദ്ധമായ മതം അതിൻ്റെ തനതായ ശൈലിയിലും യഥാർത്ഥ രൂപത്തിലും ഈ നാട്ടുകാരോട് സംസാരിക്കാനാണ് ഈ ഒരു കൊച്ചു സംഘം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. എന്റെ മുമ്പ് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് ഏറെക്കുറെ എന്റെ സ്നേഹിതരായ നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അയാളുടെ തന്നിഷ്ടങ്ങളാവരുത് അവിടെ പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞതാണ് പരിശുദ്ധ മതം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പരിശുദ്ധ മതം. അത് അതുപോലെ ഉദ്ധരിക്കുക, റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടത്. അതിലപ്പുറം തന്റെ ചിന്തകളോ ആഗ്രഹങ്ങളോ അതിലേക്ക് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ഈ കൊച്ചു സംഘം പറയുന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം
ഇസ്ലാമിന് നിരക്കുന്നതാണോ അല്ലേ എന്ന് ഇത് കേട്ടുകൊണ്ട് വിലയിരുത്തണം. കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുവെങ്കിൽ ഹക്കിൽ നിന്ന് തിരിഞ്ഞു കളയാതെ ആ ഹക്കിന്റെ വക്താക്കളാവണം എന്ന് ആമുഖമായി എന്റെ മാന്യ സഹോദരങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിനെ അവൻ മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ഭക്ഷണപാനീയങ്ങളോടുള്ള അവന്റെ സമീപനം. ഇന്നത്തെ പരിപാടിയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളതും ഈ ഒരു കാലയളവിൽ ഈ കൊച്ചു സംഘം മറ്റു പലരുടെ എന്ന പോലെ കാര്യമായി ഗൗനിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളും ബോധവൽക്കരണങ്ങളും. ആ ലഹരി മുക്ത സമുദായം എന്നുള്ളത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ മാന്യമായ കുടുംബം ആഗ്രഹിക്കുന്ന, സമാധാനമുള്ള കുടുംബത്തെ കൊതിക്കുന്ന ഏതൊരു വീട്ടുകാരും ഏതൊരു നാട്ടുകാരും ഐക്യപ്പെട്ട ശബ്ദമാണ് ലഹരിക്കെതിരെയുള്ള സംസാരം എന്ന് പറയുന്നത്. ഈ ഒരു കൊച്ചു സംഘം ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അതിന് ഇസ്ലാമിൽ എന്ത് പറയാനുണ്ട് എന്നതാണ് നമുക്കും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കി എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ അറിയുന്ന, മുസ്ലിങ്ങളെ പരിചയമുള്ള അമുസ്ലിമുകൾക്കും ബോധ്യപ്പെട്ട സംഗതിയാണ്. ഒരാളുടെ മുസ്ലിം ജീവിതത്തിന്റെ ഷിആറിൽപ്പെട്ടതാണ്, അവന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ് അവൻ ലഹരി ഉപയോഗിക്കുകയില്ല, അവൻ കള്ള് ഉപയോഗിക്കുകയില്ല, കള്ള് കുടിക്കുകയില്ല എന്നുള്ളത്. ഒരു മുസ്ലിമിനെ മറ്റൊരാളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന അവന്റെ പ്രത്യക്ഷമായ ഇസ്ലാമിക ജീവിതത്തിന്റെ ഷിആറിൽ, അടയാളങ്ങളിൽ ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ആ മുസ്ലിമായ വ്യക്തി ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ വ്യക്തിയെക്കുറിച്ച് മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായത്, അമുസ്ലിമിനും ഒരു മുസ്ലിമിനെ കുറിച്ച് അങ്ങനെ ധാരണയുണ്ടായത്? കാരണം ലഹരിക്കെതിരെയുള്ള ഇസ്ലാമിന്റെ ശബ്ദം പ്രസിദ്ധമാണ്. അത് സ്വകാര്യമായി എവിടെയെങ്കിലും പറയപ്പെട്ട കാര്യമല്ല. ആ ലഹരിക്കെതിരെയുള്ള ശബ്ദം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപദേശങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ലഹരിക്കെതിരെയുള്ള സംസാരങ്ങൾ സഹാബത്തിന്റെ സംസാരങ്ങളിൽ നമുക്ക് കാണാം. ഒരൊറ്റ സംസാരം മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വിഷയമാണ് ഇജ്തനിബുൽ ഖംർ, നിങ്ങൾ കള്ള് ഉപേക്ഷിക്കണം, കള്ള് കുടിക്കാൻ പാടുള്ളതല്ല. ഫഇന്നഹാ ഉമ്മുൽ ഖബായിതി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കള്ള് നിങ്ങൾ കുടിക്കാൻ പാടില്ല. ഫഇന്നഹാ ഉമ്മുൽ ഖബായിതി, നീച പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് മദ്യമാണ്, അതിന്റെ എല്ലാം മുഖ്യ ഹേതു എന്ന് പറയുന്നത് കള്ളാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാപങ്ങളോടെല്ലാം മാനസികമായി ശരിയാണ് നിങ്ങൾക്ക് വെറുപ്പുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യൻ, കുറ്റബോധമുള്ള മനുഷ്യൻ, സത്യസന്ധതയുള്ള മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഒരു പാപം വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചതിൽ വലിയ ഖേദമാണ്. മനുഷ്യന്മാരാവുമ്പോ അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കും. പാപങ്ങൾ സംഭവിച്ചാൽ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണ്? അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ട്. അങ്ങനെ ആ തിന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് മരവിച്ചിട്ടില്ലാത്ത മനുഷ്യനാണോ
അവൻ മുസ്ലിമാവണമെന്നില്ല. അമുസ്ലിമായാൽ പോലും, മതം അംഗീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും അവന്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചാൽ അവന്റെ മനസ്സ് അവനെ വല്ലാതെ ആക്ഷേപിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നഫ്സുൻ ലവ്വാമ, ആക്ഷേപാർഹമായിട്ടുള്ള മനസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഒരു തെറ്റ് ചെയ്യുന്നത് വരെ അവന്റെ മാനസികാവസ്ഥ ആ തെറ്റിനെ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തെറ്റ് സംഭവിച്ചാലോ അതിൽ വല്ലാതെ കുറ്റബോധമുള്ള മനസ്സാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കള്ള് നിങ്ങൾ ഉപേക്ഷിക്കണം, അത് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് നിങ്ങൾ കുടിക്കരുത്. ഫഇന്നഹാ ഉമ്മുൽ ഖബായിഥി, എല്ലാ തമ്മാടിത്തരങ്ങളുടെയും നേതാവെന്ന് പറയുന്നത്, മാതാവെന്ന് പറയുന്നത് അത് ഈ കള്ളാകുന്നു. ആ കള്ള് നിങ്ങൾ കുടിക്കരുത്. ഇവിടെ കള്ളെന്ന് പറഞ്ഞാൽ ലഹരിക്കാണ്. അത് പാനീയം പോലുള്ളതാണെങ്കിലും കഞ്ചാവ് പോലുള്ള പൊടി ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം കള്ളെന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആ കള്ള് ഉപയോഗിച്ചാൽ ഖേദത്തിന് കാരണമാകുന്ന വിവിധ പാപങ്ങളെ അവനിലേക്ക് കൊണ്ടുവരും. ആ പാപങ്ങളിലേക്ക് കള്ളുകൂടി അവനെ എത്തിക്കുന്നതാണ്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്നു. ആ കഥ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പൂർവകാലത്ത് ജീവിച്ചിട്ടുള്ള, അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ഏറെ ആരാധിച്ചുകൊണ്ടിരുന്ന, ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പൂർവകാല മനുഷ്യന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ശരീഅത്തിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് മാറി മഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ മഠങ്ങളിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിന് വേണ്ടി ആളുകൾ ചടഞ്ഞുകൂടാറുണ്ടായിരുന്നു. അവർക്ക് ദുനിയാവ് താല്പര്യമില്ല, ആളുകൾ ചെയ്യുന്ന പാപങ്ങളോട് വെറുപ്പാണ്. അങ്ങനെ വെറുപ്പുള്ള ആ സന്ദർഭത്തിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള മഠങ്ങൾ സ്വീകരിക്കുന്നു. ആ മഠങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ തൽപരനായിക്കൊണ്ട് ഒരു മനുഷ്യൻ മാറി നിന്നിരുന്നു, ഒരു മഠം സ്വീകരിച്ചുകൊണ്ട്. ആ മനുഷ്യനോട് ഒരു തമ്മാടിയായ, പാപം ചെയ്യുന്ന, മനസ്സ് ശുദ്ധമല്ലാത്ത, വൃത്തികെട്ട ഒരു സ്ത്രീക്ക് താല്പര്യം തോന്നുന്നു. ആ മനുഷ്യനോട് ഈ സ്ത്രീക്ക് വല്ലാതെ പ്രേമം തോന്നുന്നു. ഫഅർസലത് ഇലൈഹി ജാരിയതഹാ, ആ പെണ്ണ് തന്റെ അടിമ പെണ്ണിനെ ഈ മനുഷ്യന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഈ അടിമ പെണ്ണ് അയാളെ വന്ന് കണ്ടിട്ട് ആവശ്യപ്പെടുന്നു, ഇന്നാ നദഉക ലിശ്ശഹാദ, ഞങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിൽ സാക്ഷി നിൽക്കാൻ വേണ്ടി അങ്ങയെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ഈ പെണ്ണ് ഈ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. കാരണം സത്യസന്ധനാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുന്നവനാണ്, കളവ് പറയൂല, ആളുകൾക്കിടയിൽ അറിയപ്പെട്ടവനാണ്. അതുകൊണ്ട് കളവ് പറയാത്ത ഒരു മനുഷ്യനെ ഒരു സാമ്പത്തിക ഇടപാടിലോ മറ്റേതെങ്കിലും പ്രശ്നത്തിലോ ഒക്കെ സാക്ഷി പറയാൻ കൊണ്ടുവരിക എന്നത് സ്വാഭാവികമാണല്ലോ. ആ നിലക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ വരണമെന്ന ഒരു കളവ് പറഞ്ഞുകൊണ്ട് ഈ അടിമപ്പെണ്ണ് അയാളെ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ അതും വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴോ, അയാൾ ആ വീട്ടിൽ പ്രവേശിച്ചപ്പോ ഈ അടിമപ്പെണ്ണ് ആ വീടിന്റെ കവാടങ്ങളെല്ലാം അടക്കുന്നു. അയാൾക്ക് പുറത്തു പോവാൻ പറ്റാത്ത രൂപത്തിൽ. അങ്ങനെ വീട്ടിലെ റൂമിൽ ചെന്നപ്പോ ഇയാളെ ആഗ്രഹിച്ചിട്ടുള്ള ഈ അടിമപ്പെണ്ണ് ഏതൊരു പെണ്ണിന് വേണ്ടിയാണോ
ഇയാളെ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ പെണ്ണവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ പെണ്ണിനെ ഇയാൾ കണ്ടു. അവൾ പറഞ്ഞു, സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങയെ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചത്. അത് കളവാണ്. യഥാർത്ഥത്തിൽ ഞാൻ താങ്കളിൽ തൽപരനാണ്. ഞാൻ താങ്കളെ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് താങ്കൾ എന്റെ കൂടെ വ്യഭിചരിക്കണം. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഒരു കളവ് പറഞ്ഞുകൊണ്ട് അങ്ങയെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്ന് ആ പെണ്ണ് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ പെണ്ണതാ ഈ മനുഷ്യനോട് പറയുന്നു, ഇനി താങ്കൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഞാൻ മൂന്നാലൊരു കാര്യം താങ്കൾക്ക് നിർദ്ദേശിക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് താങ്കൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ പറ്റൂ, താങ്കളുടെ മഠത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്നാ പെണ്ണ് പറഞ്ഞത്, ഒന്നുകിൽ താങ്കൾ എന്റെ കൂടെ കിടന്ന് വ്യഭിചരിക്കണം, അല്ലെങ്കിൽ ആ മുറിയിൽ ആ റൂമിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഈ കുട്ടിയെ താങ്കൾ കൊല്ലണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാത്രത്തിൽ കള്ള് ശേഖരിച്ചിട്ടുണ്ട്, ഈ കള്ള് താങ്കൾ കുടിക്കണം. ഈ മൂന്നാൽ ഏതെങ്കിലും ഒരു കാര്യം താങ്കൾ ചെയ്താലേ താങ്കളെ ഞാൻ തുറന്നു വിടുകയുള്ളൂ എന്ന് ഈ പെണ്ണ് പറഞ്ഞപ്പോ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു പെണ്ണിനോട് വ്യഭിചരിക്കുക എന്ന് പറയുന്നത് അത് വലിയ പാതകമാണല്ലോ, മറ്റൊരാളുമായി ഞാൻ ചേർന്ന് ചെയ്യുന്ന തെറ്റാണല്ലോ, സാമൂഹികമായ പാപമാണല്ലോ. ഒരു മനുഷ്യനുമായി വ്യഭിചരിക്കുക, ഒരു പെണ്ണുമായി വ്യഭിചരിക്കുക എന്നുള്ളത് മറ്റൊരാളോട് കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണല്ലോ. അതുകൊണ്ട് ആ ചോയ്സ് തിരഞ്ഞെടുക്കണ്ട. ഇനി ഈ കുട്ടിയെ കൊല്ലാനാണ് പറഞ്ഞത്, അതും അന്യന്റെ മേൽ അക്രമം പ്രവർത്തിക്കലല്ലേ, അതുകൊണ്ട് അതിനും ഞാൻ തയ്യാറല്ല. അതേ സന്ദർഭത്തിൽ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നിൽ മാത്രം പരിമിതപ്പെടുന്ന കാര്യമല്ലേ, അതുകൊണ്ട് നിർബന്ധ സാഹചര്യവുമല്ലേ. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ കൊല്ലൂല, നിന്നോട് വ്യഭിചരിക്കാനും ഞാനില്ല, കള്ള് ഞാൻ കുടിച്ചോളാം. അങ്ങനെ ആ മനുഷ്യൻ കള്ളു കുടിക്കുന്നു. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചപ്പോ അയാൾ ആ കള്ളിന്റെ രസമറിഞ്ഞു, അതിൻ്റെതായ രുചി അറിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, സീദൂനി, എനിക്ക് അല്പം കൂടി കള്ളു തരൂ. അങ്ങനെ ഇയാള് കള്ളു കുടിച്ച് മത്തായി, ലഹരി ബാധിച്ച സാഹചര്യം വന്നപ്പോ, അയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടപ്പോ, പരിസരബോധം നഷ്ടപ്പെട്ടപ്പോ ആ മനുഷ്യൻ ആ പെണ്ണുമായി വ്യഭിചാരം നടത്തുന്നു, രണ്ടാമത്തെ പാപം ചെയ്യുന്നു. മൂന്നാമതായി ആ മുറിയിലുണ്ടായിരുന്ന റൂമിലുണ്ടായിരുന്ന ആ കുട്ടിയെ കൊല്ലുകയും ചെയ്യുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ കഥയാണ്. എങ്ങനെയാണ് ഈ കഥയുടെ കാരണം? ആ മനുഷ്യൻ കള്ളുകുടിച്ചു. കള്ളുകുടിച്ചതോടുകൂടി മറ്റു രണ്ട് നീചവൃത്തികളാണ് അയാൾ ചെയ്തത്. കള്ളേ അയാൾ കുടിച്ചിട്ടുള്ളൂ, കള്ളു കുടിച്ചാ ദോഷമുണ്ടാവൂല എന്ന് അയാൾ ചിന്തിച്ചു. പക്ഷെ ആ കള്ളങ്ങ് കുടിച്ചപ്പോ അയാൾക്ക് ആ പെണ്ണുമായി വ്യഭിചരിക്കുന്നതിന് തടസ്സമില്ലാതെയായി പോയി. ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യവധവും അയാളെ സംബന്ധിച്ച് തടസ്സമില്ലാതായി പോയി. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ കള്ളുപേക്ഷിക്കണം, കള്ളിനോട് അടുക്കരുത്. ഫഇന്നഹാ ഉമ്മുൽ ഖബായിഥി, പാപങ്ങളുടെ മാതാവാണ്, പാപങ്ങളുടെ കാരണമാണ് കള്ള്, അതിനെ നിങ്ങൾ സമീപിക്കരുത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇന്ന് കാലത്ത് മുസ്ലിങ്ങൾ കള്ളു കുടിക്കുന്നവരുണ്ടാവാം, മുസ്ലിങ്ങൾ ഇന്ന് അതിന്റെ ഡീലേഴ്സ് ഉണ്ടാവാം. അതൊരിക്കലും ഇസ്ലാമിന്റെ ആദർശമല്ല, അതൊരിക്കലും മുസ്ലിമിനെ സംബന്ധിച്ച് പാടുള്ളതല്ല. ഈ ഹദീസുകൾ, ഈ താക്കീതുകൾ, കള്ളു കുടിച്ചാൽ അവന് നരകത്തിൽ അനുഭവിക്കാനുള്ള ശിക്ഷകൾ, കള്ളുകുടിയനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അള്ളാന്റെ റസൂലിന്റെ അറിയിപ്പ് സഹോദരന്മാരെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ആ താക്കീതുകൾ നിലനിൽപ്പുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെയല്ലേ ഈ ആസ്വാദനങ്ങളുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമാകുന്ന സന്ദർഭത്തിൽ അവിടെ രക്ഷപ്പെടണോ, താൽക്കാലികമായ ഈ സുഖങ്ങൾ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഈ പറയുന്ന പാപങ്ങളുടെ ഹേതുവായ
പാപങ്ങളുടെ മാതാവെന്ന് അറിയപ്പെടുന്ന കള്ളിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കള്ളുകുടിയന്മാരായിരുന്ന സഹാബത്തിനോട് ആ കള്ളി നിങ്ങൾ ഇനി നിർത്തണം, ആ കള്ളിൽ നിന്ന് വിരമിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ നിമിഷങ്ങൾ പാഴാക്കാതെ ആ കള്ളിന്റെ കോപ്പകൾ അവൾ വലിച്ചെറിഞ്ഞല്ലോ, കള്ളിന്റേതായ ശേഖരങ്ങൾ അവർ തച്ചുടച്ചല്ലോ, കള്ളിൽ നിന്ന് അവർ പരിപൂർണമായി മുക്തമായല്ലോ. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഈ പറയുന്ന ഇസ്ലാമിക ആദർശ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ സംസാരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതെന്താണ്? ഈ പറയുന്ന ഏറ്റവും ഗൗരവപ്പെട്ട വലിയ പാതകമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പാപങ്ങളുടെ മാതാവെന്ന് അറിയപ്പെട്ടിട്ടുള്ള കള്ള് എന്ന് പറയുന്ന ആ തിന്മയെ ഇസ്ലാം എന്നാണ് നിരോധിച്ചിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് ഇസ്ലാമിൽ കള്ള് നിരോധിക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൊല്ലം മക്കയിൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ 13 കൊല്ലത്തിന്റെ അവസാനത്തെ 3 വർഷത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള വഹ്യ് നൽകുന്നത്. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് 3 കൊല്ലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം 13 കൊല്ലങ്ങൾക്ക് ശേഷം അവിടുന്ന് മദീനയിൽ ചെന്ന് ആ മദീനയിൽ 6 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതിന് ശേഷം 6ാമത്തെ വർഷമാണ് കള്ള് നിഷിദ്ധമാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ പാപങ്ങളുടെ മാതാവെന്ന് പറയുന്ന കള്ള് ഇസ്ലാമിൽ നിഷിദ്ധമാവുന്നത് ഹിജ്റ 6ാമത്തെ കൊല്ലമാണ്. 13 കൊല്ലം സഹാബികൾ കള്ള് കുടിച്ചവരായിരിക്കെ തന്നെ അവർ മുസ്ലിങ്ങളാണ്. അതുപോലെ തന്നെ 6 വർഷം മദീനയിൽ ആ സഹാബികളിൽ പലരും കള്ള് കുടിച്ചിരുന്നു. അന്ന് കള്ള് കുടിക്കൽ ഹലാലായിരുന്നു എന്ന് പറഞ്ഞാൽ വിലക്കില്ല, നിങ്ങൾ കുടിച്ചോളി എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ള് കുടിച്ചിട്ടില്ല. സഹാബത്തിൽ ധാരാളം ആളുകൾ കള്ള് കുടിച്ചിട്ടില്ല. അതേ സന്ദർഭത്തിൽ പഴയ ശീലം തുടർന്നുകൊണ്ട് കള്ള് കുടിച്ച സഹാബത്തും ഉണ്ടായിരുന്നു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു ഉഹുദിൽ ഷഹീദായവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനാണല്ലോ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. കള്ളു കുടിക്കുകയും അലി റളിയല്ലാഹു അൻഹു തന്റെ വിവാഹത്തിന് ഒരുക്കി വെച്ച മഹറിന്റെ ഭാഗമായിട്ടുള്ള 2 ഒട്ടകങ്ങളെ കുത്തിക്കൊല്ലുകയും ചെയ്ത സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കള്ളുകുടി നിരോധിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അഥവാ പരിസരം വരുന്ന കള്ളുകുടിക്കുന്ന സാഹചര്യം സഹാബത്തിന്റെ ജീവിതത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നതൊക്കെ ചരിത്രത്തിൽ ശരിപ്പെട്ട കാര്യമാണ്. എന്നാൽ അത്രയേറെ അഡിക്റ്റായിരുന്ന ആ പാപത്തിൽ നിന്ന് ഈ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹൽ അൻതും മുൻതഹൂൻ, ആ കള്ളുകുടിയിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഇനി ഞങ്ങൾ നിർത്തിക്കോളാം, ഇനി ഞങ്ങൾക്ക് കള്ള് വേണ്ട, കള്ള് കുടിക്കൂല, ഞങ്ങൾ അത് നിർത്തിയിരിക്കുന്നു എന്ന് സഹാബത്തിനെ പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം എന്തായിരുന്നു? അത് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ലൗ നസല അവ്വല ഷൈഇൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യം അവതരിപ്പിച്ചിരുന്നത് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കല്ല എന്ന കൽപ്പനയായിരുന്നെങ്കിൽ ലഖാലു ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ കള്ളൊരിക്കലും ഉപേക്ഷിക്കൂല എന്ന് ആ സഹാബത്ത് പറയുമായിരുന്നു. വലൗ നസല ലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കല്ല എന്ന് അവരോട് പറഞ്ഞാൽ ലഖാലു ലാ നദഉസ് സിനാ അബദാ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം നിർത്തൂല എന്നവർ പറയുമായിരുന്നു. അതേ സന്ദർഭത്തിൽ ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളുടെ വിഷയങ്ങൾ എന്തായിരുന്നു, അതിന്റെ ശൈലി എന്തായിരുന്നു?
വഇന്നീ ലജാരിയത്തുൻ അൽഅബു, ഞാൻ മക്കയിൽ കളിക്കുന്ന ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളുടെ ഇതിഹാസം എന്തായിരുന്നു, അതിലെ ചർച്ചാ വിഷയം എന്തായിരുന്നു, ആ ആയത്തുകളിൽ ഈ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹ് സൂചിപ്പിച്ച വിഷയങ്ങൾ എന്തായിരുന്നു? ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറയുന്ന പാരത്രിക ലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പരലോക ജീവിതത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ രക്ഷാശിക്ഷകളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ധാരാളമായി മക്കിയായ സൂറത്തുകളിൽ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെടുകയും പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുകയും നരകത്തിന്റെ ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ച് ബോധ്യപ്പെടുകയും പരലോകത്ത് സ്വർഗത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തപ്പോ ആ പരലോകത്ത് വിജയിക്കണോ നിങ്ങൾ കള്ളുകുടി ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ അവര് കള്ളുകുടി നിർത്തി. പരലോകത്ത് വിജയിക്കണോ നിങ്ങൾ വ്യഭിചാരം അവസാനിപ്പിക്കണം, പലിശ ഒഴിവാക്കണം, കളവ് പറയുന്നത് നിർത്തണം, പാപങ്ങൾ നിങ്ങൾ നിർത്തണം, മക്കളെ കൊല്ലുന്നത് നിർത്തണമെന്ന് പറഞ്ഞപ്പോ സഹാബത്തിന് തടസ്സമില്ല. പാപങ്ങൾ ഒഴിവാക്കാൻ അവർക്ക് തയ്യാറാണ്. സമയം വേണമെന്നവർ ആവശ്യപ്പെട്ടില്ല. ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം എന്ന് അവര് സമയം ചോദിക്കാതെ പറഞ്ഞ കൽപ്പന അപ്രകടി ആ സമയത്ത് തന്നെ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിലേക്ക് സഹാബത്തിനെ പരിവർത്തിപ്പിച്ചത് അവരുടെ മനസ്സിൽ പരലോകം കയറിയപ്പോഴാണ്. എന്റെ നാട്ടുകാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സംസാരം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന നാട്ടുകാരോട് പറയട്ടെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമിക കാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിൽ, ഈമാന്റെ വിശ്വാസങ്ങളിൽ നമ്മൾ അല്ലാഹുവിലുള്ള വിശ്വാസം പറയുന്നുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്, കിതാബുകളിൽ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്, അഞ്ചാമതായി കൊണ്ട് പരലോകത്തിൽ വിശ്വസിക്കണമെന്നും പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനങ്ങളിലും ഖൈറും ശർറുമായ എല്ലാ തീരുമാനങ്ങളും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണം എന്നും നമ്മൾ അതാ പഠിക്കുന്നു. ചെറുകാലത്ത് മുതൽ, ചെറുപ്പപ്രായത്തിൽ മുതൽ അത് നമ്മൾ ചൊല്ലിപ്പഠിക്കുന്നു, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പാട്ടായി, കഥയായി, കവിതയായി, പല ശൈലികളിൽ ഈമാൻ കാര്യങ്ങളെ നമ്മൾ എണ്ണിപ്പഠിക്കാറുണ്ട്, എണ്ണിപ്പഠിപ്പിക്കാറുണ്ട്, ആവർത്തിക്കാറുണ്ട്. ആ പരലോക വിശ്വാസം മനസ്സിൽ കയറിയവരല്ലേ മുസ്ലിങ്ങളെ നമ്മൾ? പരലോകത്ത് നരകത്തിന്റെ ഭീകരത ബോധ്യപ്പെട്ടവരല്ലേ? സ്വർഗത്തിന്റെ സുഖാനുഭൂതിയുടെ വിശാലത ബോധ്യപ്പെട്ടവരല്ലേ? എങ്കിൽ ആ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ യോഗ്യത എന്താണ്? നരകത്തിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടാൻ അവന്റെ ജീവിതത്തിലുള്ള ഒന്നാമത്തെ യോഗ്യത എന്താണ്? മുസ്ലിങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ള് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചില്ല. അതിനെ സംബന്ധിക്കുന്ന കള്ള് ഹറാമാണെന്ന് പറയുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചില്ല. മദീനയുടെ തുടക്കത്തിലും അവതരിപ്പിച്ചില്ല. ആദ്യമൊക്കെ അല്ലാഹു പറഞ്ഞു, കള്ളിനെ കുറിച്ച് ഫത്വ ചോദിച്ചപ്പോ ആ കള്ള് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളൊക്കെ പറയുന്ന ചില ഉപകാരങ്ങളുണ്ട്, പക്ഷേ അതിൽ ഉപകാരത്തെക്കാളേറെ ഉപദ്രവമാണ്, ഒഴിവാക്കലാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ കള്ള് കുടിക്കുന്നവര് കുടിച്ചോ, പക്ഷേ നിസ്കാരത്തിൽ സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ കള്ള് കുടിക്കല്ല. രണ്ടാമത് ആയത്തിറങ്ങിയത് അങ്ങനെയാണ്, ലാ തഖറബുസ് സലാത്ത വഅൻതും സുകാറാ. ലഹരിയുള്ള പോലെ, ലഹരിയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കള്ള് കുടിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്ക് ലഹരി കെടണം, ലഹരി പോവണം. ആ രൂപത്തിൽ വേണമെങ്കിൽ കുടിക്കുന്നവര് കുടിച്ചോ എന്ന് പറഞ്ഞു. പിന്നെയാണല്ലോ മൂന്നാമത്തെ ഘട്ടത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ, കള്ളി നിങ്ങൾ ഒഴിവാക്കണമെന്ന ആയത്തിറങ്ങുന്നത്.
ഈ കള്ളിനെ സംബന്ധിച്ച് വളരെ വൈകിയാണ് ശരീഅത്ത് വരുന്നത്. അതിനു മുമ്പുള്ള 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 3 വർഷത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് പോലും ശരീഅത്ത് റസൂലുള്ളാഹിക്ക് അല്ലാഹു വഹി കൊടുക്കുന്നത്. അതിനു മുമ്പുള്ള മക്കയിലുള്ള 10 വർഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിഷയത്തിലാണ് ജനങ്ങളെ പഠിപ്പിച്ചത്? അതിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. പരലോകത്തിന്റെ വിഷയമാണ് അവരെ പഠിപ്പിച്ചത്. ആ പരലോകത്തെ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചു, പരലോകത്തിലെ നരകത്തെ കുറിച്ച് പഠിപ്പിച്ചു, ആ നരകത്തിലെത്തുന്നതിനെ കുറിച്ചും അവിടുത്തെ ഭീകരതയെ കുറിച്ചും പഠിപ്പിച്ചു, നരകത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള കാരണങ്ങൾ പഠിപ്പിച്ചു, സ്വർഗീയ സുഖാനുഭൂതികളെ കുറിച്ച് പഠിപ്പിച്ചു, ആ സുഖാനുഭൂതി തടയപ്പെടാൻ കാരണമാകുന്ന പാപങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച പാപങ്ങളിൽ ഏറ്റവും ഗൗരവത്തോടെ മക്കാ ജീവിതത്തിന്റെ തുടക്കം മുതൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ആ വിഷയം എന്താണ്? മുസ്ലിങ്ങളെ, അതിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കാറുള്ളത്? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലാഹു നരകത്തിലേക്ക് ഒരാളെ നിർബന്ധിപ്പിക്കുന്ന, സ്വർഗം അവനിൽ നിന്ന് തടയപ്പെടുന്ന ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ ആവർത്തിച്ചിട്ടുള്ള പ്രയോഗം എന്താണ്? വിശുദ്ധ ഖുർആൻ ഖതമാക്കുന്നവരല്ലേ മുസ്ലിങ്ങളെ നമ്മൾ? ഒരു വേള നമുക്ക് ആ ഖുർആനിന്റെ അർത്ഥമറിയാത്തവരാണെങ്കിൽ പോലും ഖുർആൻ ആവർത്തിച്ച് ഓതിയതിന്റെ ഒരു പരിചയം നമുക്കില്ലേ? ആ പരിചയപ്പെടുന്ന ആയത്തുകളിൽ ധാരാളം നമ്മൾ കേൾക്കുന്ന, ധാരാളം നമ്മൾ ഓതിപ്പോയ ആയത്തല്ലേ? ആ ആയത്തുകളിൽ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പദമല്ലേ ലാ തുശ്രികൂ, അശ്ശിർകു ലാ തുശ്രികൂ, അതുപോലെ വലാ തുശ്രികൂ ബില്ലാഹി ശൈആ എന്നൊക്കെ ഷീന് റാ കാഫ് എന്ന് തുടങ്ങിയിട്ടുള്ള 3 അക്ഷരങ്ങളെ കൊണ്ടുള്ള ഒരു പദം നമ്മളെ സംബന്ധിച്ച് ധാരാളം ഖുർആൻ ഓതിയപ്പോ കേട്ട പരിചയമില്ലേ? ഖുർആൻ ഓതിയപ്പോ നമ്മൾ ഓതി പരിചയമില്ലേ? എന്താണ് ഈ 3 അക്ഷരത്താൽ ചേർക്കപ്പെടുന്ന ഈ പദത്തിന്റെ ഉദ്ദേശം? എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ അതിന്റെ ഉദ്ദേശം അറിയുന്നവരുണ്ടാവാം, അറിയാത്ത മുസ്ലിങ്ങളും ഉണ്ടാവാം. ഞാൻ എന്നോട് ബന്ധപ്പെട്ട ചില സഹോദരങ്ങളോട് സംസാരിച്ചപ്പോ അവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് ശിർക്ക് എന്താണെന്നറിയുമോ? അതേ, എനിക്ക് ശിർക്ക് എന്താണെന്നറിയാം. എന്താ നീ മനസ്സിലാക്കിയ ശിർക്ക്? അയാൾ പറഞ്ഞു, ശിർക്ക് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യരുത് എന്നാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്, കുറ്റം ചെയ്യരുത്, ഹറാം ചെയ്യരുത് എന്നല്ലേ ശിർക്ക് എന്ന്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രേ. ആ നിലക്ക് ശിർക്കിന്റെ നിർവചനം എന്താണ്, ശിർക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് ചുരുങ്ങിയത് തന്റെ നിലവാരത്തിനനുസരിച്ചെങ്കിലും അതിന്റെ മിനിമം ലെവലിലെങ്കിലും പറയാൻ പോലും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മുസ്ലിങ്ങളും ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന വസ്തുത ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ശിർക്ക് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവാം. ഇന്നത്തെ ഒരു ഖൈർ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് ഒരു വേള ഇന്ന് നമ്മുടേതായ നമ്മുടെ ഈ നാടുകളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ന് സലഫികളും സലഫികളല്ലാത്തവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംവാദങ്ങളിലും മുഖാമുഖങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലും എഴുത്തുകുത്തുകളിലുമൊക്കെ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരു വേള എല്ലാ സ്റ്റേജുകളിലും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അസാധ്യതയുള്ള പദമാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ചില മുസ്ലിങ്ങൾ ഉണ്ടാവും, അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളോട് താല്പര്യമുണ്ടാവൂല, ദീനീ പ്രവർത്തനങ്ങളോടോ ദീനിയായ സംസാരങ്ങളോടോ താല്പര്യമുണ്ടാവൂല. തന്റെ കുടുംബവും തന്റെ ബിസിനസ്സും തന്റേതായ ഭൗതിക ലോകവും കൊണ്ട് നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു വഅദും കേൾക്കാത്തത് കൊണ്ട്, ഒരു ഉപദേശവും കേട്ട് ശീലമില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ശിർക്കിനെ കുറിച്ച് എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ബാലബോധം പോലും അറിയാത്ത മുസ്ലിങ്ങളും ഉണ്ടാവാം. എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഖുർആൻ ഓതിയപ്പോൾ നമ്മൾ മിനിമം ശിർക്ക് എന്ന് പറയുന്ന ഒരു പദം പരിചയപ്പെട്ടില്ലേ? ലാ തുശ്രികൂ, നിങ്ങൾ ശിർക്ക് ചെയ്യല്ല എന്ന് പറയുന്ന ആയത്ത് നമ്മൾ പരിചയപ്പെട്ടില്ലേ? എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് മക്കാ ജീവിതത്തിന്റെ തുടക്കത്തിൽ പ്രബോധനം ചെയ്തു തുടങ്ങിയ അന്ന് മുതൽ ഈ പറയുന്ന ശിർക്ക് നിങ്ങൾ ചെയ്യല്ല,
അതാണ് ഏറ്റവും വലിയ പാപം. അത് ചെയ്തു കഴിഞ്ഞാൽ ആഖിറത്തിൽ സ്വർഗം നഷ്ടപ്പെടും, നരകം ശാശ്വതമാവും. നരകത്തിൽ അവൻ നിർബന്ധമായി വസിക്കേണ്ടി വരും. സ്വർഗത്തിൽ ഒരു കാലത്തും അവന് പ്രവേശിക്കാൻ പറ്റൂല. അവന്റെ സകല സൽപ്രവർത്തനങ്ങളും നശിച്ചു പോകും എന്നൊക്കെ ഈ ശിർക്കിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കപ്പെടുന്നത് അല്ലാഹ് ഒരിക്കലും പൊറുക്കൂല. അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യുന്നത് അല്ലാഹ് ഒരിക്കലും പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത പാപങ്ങളൊക്കെ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കള്ളുകുടി അടക്കം ഉൾപ്പെടുന്നതാണ്, വ്യഭിചാരമടക്കം ഉൾപ്പെടുന്നതാണ്, മോഷണവും പലിശയും അടക്കം ഉൾപ്പെടുന്നതാണ്. അതെല്ലാം അല്ലാഹു ഒരു മനുഷ്യന് ചിലപ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് അത് ചെയ്തുകൊണ്ട് ഒരാൾ തൗബയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു ആ ശിർക്ക് പുറത്തു കൊടുക്കൂല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ശിർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്നല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ ശിർക്ക് ചെയ്യുന്നവനും പിന്നീട് തൗബ ചെയ്തവനുമാണെങ്കിൽ അയാൾക്ക് അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്നതിൽ സംശയമില്ല. ഈ ആയത്ത് അതിന് എതിരല്ല. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ വല്ലപ്പോഴും ശിർക്ക് ചെയ്യുകയും പിന്നീട് ഒരിക്കലും അയാൾക്കത് പുറത്തു കൊടുക്കൂല എന്നാണ് അള്ളാഹിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹാബത്തായത്? അവർ ജീവിതത്തിൽ ശിർക്ക് ചെയ്തവരല്ലേ, പക്ഷെ തൗബ ചെയ്തപ്പോ അള്ളാഹ് പുറത്തു കൊടുത്തില്ലേ? അവർക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തില്ലേ? അതുകൊണ്ട് ശിർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ശിർക്ക് ചെയ്യുകയും ആ ശിർക്കിൽ നിന്ന് തൗബയില്ലാതെ അയാൾ മരണപ്പെടുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും അയാളിൽ അള്ളാഹിന്റെ റഹ്മത്ത് സ്പർശിക്കൂല. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അയാളുടെ ശാശ്വതമായ കേന്ദ്രം നരകമായിരിക്കും. വഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, അവിടെയും ശിർക്ക് എന്നാ അല്ലാഹ് പറഞ്ഞത്. അങ്ങനെ ശിർക്ക് ചെയ്താൽ അയാൾക്ക് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കി. ഏതെങ്കിലും കുറച്ചു സമയത്തേക്കാണോ? കുറച്ചു സമയത്തേക്കല്ല, ശാശ്വതമായ നിലക്ക് ഒരു കാലത്തും അയാൾക്ക് ഇനി സ്വർഗം അനുഭവിക്കാൻ പറ്റൂല. അങ്ങനെ സ്വർഗത്തെ അയാൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കുന്നു. വമഅവാഹുന്നാർ, അയാളുടെ സങ്കേതം നരകമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയേ, താങ്കൾക്ക് ഞാൻ വഹി നൽകിയിരിക്കുന്നു, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയിരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന് മുമ്പ് വഹി നൽകപ്പെടാൻ സാധ്യത ആർക്കാണ്? നബിമാർക്കാകുന്നു. ആ നബിമാരോട് അല്ലാഹു അഭിസംബോധന ചെയ്യുന്നു, ലഇൻ അശ്റക്ത, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. അതേ വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ ആഖിറത്തിൽ നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെടുന്നതാണ്. അഥവാ നരകം അവന് ശാശ്വതമാണ്, സ്വർഗം നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഏറ്റവും വലിയ നഷ്ടത്തിന്റെ അഹ്ലുകാരിൽ അവൻ ഉൾപ്പെടുന്നതാണ്. എന്താണ് കാരണം? ഷീന്, റാ, കാഫ് എന്ന് തുടങ്ങുന്ന ഈ 3 അക്ഷരത്തിൽ വിളിക്കപ്പെട്ടിട്ടില്ല എന്തോ ഒരു ഗൗരവപ്പെട്ട പാപം അവൻ ചെയ്തതിനാൽ. ഇതിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വേള ജാറങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന, നേർച്ചകൾക്ക് പ്രമോഷൻ കൊടുക്കുന്ന, മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വഅദ് പറയുന്ന, ജാറങ്ങളിലേക്ക് സിയാറത്ത് ടൂർ കൊണ്ടുപോകുന്ന ഉസ്താദുമാരുടെ ആധുനിക സംസാരങ്ങളിലടക്കം ശിർക്കിന്റെ ഗൗരവം അവരുടെ സംസാരങ്ങളിൽ അവർ ഉൾപ്പെടുത്താറുണ്ട്. അതേ, ശിർക്ക് ചെയ്യല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് പിന്നെ പറയും. ശിർക്ക് ചെയ്യല്ലേ എന്നായിട്ട് ഇപ്പൊ അവരും ഓതുന്നത് കേൾക്കുന്നുണ്ട്. ശിർക്ക് ചെയ്താൽ അല്ലാഹ് പുറത്തു കൊടുക്കൂല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു എന്ന് ഇന്ന് എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷണങ്ങൾ അത് ആര് നടത്തുന്നതാവട്ടെ, ആ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന ശീലമുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ന് ഈ പദം അന്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരിക്കെ പറയട്ടെ,
അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്ക് ഏറ്റവും ഗൗരവപ്പെട്ട പാപമാകുന്നു. അങ്ങനെ എന്തോ ഒരു വലിയ സംഭവമാണ് ശിർക്ക് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. എന്താണ് ഈ വലിയ സംഭവമാകുന്ന ശിർക്ക്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് വെക്കാൻ പാടില്ല. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, അല്ലാഹുവിൽ അധിക പേരും വിശ്വസിക്കുന്നത് അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണ്. അവിടെയും അല്ലാഹു ശിർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു ഇടക്കും തലക്കുമായി മക്കിയായ സൂറത്തിലും മദനിയായ സൂറത്തിലുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ശിർക്ക് ചെയ്യാൻ പാടില്ല, അത് പാതകമാണ്, പാപമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് അല്ലാഹു മക്കിയായ സൂറത്തിലും മദനിയായ സൂറത്തിലുമൊക്കെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തിൽ അല്ലാഹു ഈ ഉൾപ്പെടുത്തിയിട്ടുള്ള ശിർക്കിന്റെ വിശദീകരണം എന്താണ്? അവിടെയാണ് പെന്നി തർക്കിക്കാൻ പോണത്. അവിടെയാണ് ഇനി രണ്ട് റൂട്ടിലേക്ക് പോകുന്നത്. ശിർക്ക് ഗൗരവപ്പെട്ട പാപമാണ്, അതിൽ ഐക്യപ്പെട്ടു, മുസ്ലിങ്ങളൊക്കെ ഐക്യപ്പെട്ടു. അതിൽ ഒരു വേള ഷിയാക്കൾ വരെ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിലെ പിഴച്ച കക്ഷികളാണെന്ന് അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടുള്ള ഷിയാക്കളടക്കം പറയുന്നു ശിർക്ക് ചെയ്യല് ഹറാമാണ്, ശിർക്ക് ചെയ്യല് പാപമാണ്. അതിൽ മുസ്ലിം ലോകം ഐക്യപ്പെട്ടിരിക്കുന്നു. 73 കക്ഷികളാകുമെന്ന് റസൂലുള്ള പറഞ്ഞ, 72 കക്ഷികൾ നരകത്തിലെന്ന് റസൂലുള്ള പറഞ്ഞ ആ 72 കക്ഷികളും 73ാമത്തെ സ്വർഗീയ കക്ഷിയോട് ഐക്യപ്പെട്ട വിഷയമാണ് ശിർക്ക് പാപമാകുന്നു, അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാകുന്നു, അത് ചെയ്താൽ നരകം അശാശ്വതമാണ്, അത് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്. ഇതിന്റെ ശേഷമാണ് ഇനി തർക്കം നടക്കാൻ പോണത്. എന്താ ശിർക്ക്? അവിടെയാണ് ഇനി രണ്ട് റൂട്ടിക്ക് ട്രെയിന് പോകുന്നത്. അവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചത്, അവിടെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ആ പ്രശ്നങ്ങൾ എവിടെ മുതലാണ് നടക്കുന്നത്? നമ്മൾ ഒരിക്കലും ഒരു കിണറിൽ താമസിക്കുന്ന തവളയെ പോലെ ആവാൻ പാടില്ല. ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ സിറ്റുവേഷൻ മാത്രമല്ല ചരിത്രം എന്ന് പറയുന്നത്. ലോകത്ത് മനുഷ്യന്മാര് ധാരാളം ജീവിച്ചു പോയിട്ടുണ്ട്. ധാരാളം മനുഷ്യന്മാര് ജീവിച്ച ഒരുപാട് മയ്യത്തുകളെ വഹിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് മനുഷ്യന്മാര് മൺമറഞ്ഞു പോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ നബിമാരും അവരുടെ സമുദായവും അടക്കം തർക്കത്തിലിരിക്കുന്ന വിഷയം ഈ പറയുന്ന ശിർക്കാണ്. ആ ശിർക്കിനെ സംബന്ധിച്ച് എന്താണ് ശിർക്ക് എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും പലർക്കും തർക്കം സംഭവിച്ചിട്ടുള്ളത്. ആ തർക്കത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് ഞാൻ ചുരുങ്ങുകയാണ്. അതിന്റെ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം ഇപ്പോ വിശദീകരിക്കാൻ സമയമില്ല എന്നതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുമായി വലിയ സ്നേഹത്തിലായിരുന്നു. 40ാമത്തെ വയസ്സ് വരെ അൽ അമീൻ എന്ന ഓമന പേര് മക്കത്തെ മുശ്രിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. കളവ് പറയാത്ത, വഞ്ചിക്കാത്ത, കബളിപ്പിക്കാത്ത സത്യസന്ധതയുടെ പ്രതിരൂപമാണ് റസൂലുള്ളാഹി എന്നതിൽ ആർക്കും സംശയമില്ലായിരുന്ന ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് സംസാരിച്ചപ്പോ, ശിർക്കിനെതിരെ സംസാരിച്ചപ്പോ ആ റസൂലിനോട് മക്കത്തെ മുശ്രിക്ക് ബന്ധം വിച്ഛേദിച്ചു. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അതിന് വളരെ ലളിതാണ് എന്റെ സഹോദരന്മാരെ. ആ ശിർക്ക് മക്കത്തെ മുശ്രിക്കിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി. ആ ശിർക്ക് മക്കത്തെ മുശ്രിക്കിൽ ഉണ്ട് എന്നുള്ളതും ഉമ്മത്തിനെ സംബന്ധിച്ച് തർക്കല്ല. മക്കത്തെ മുശ്രിക്കിന്റെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അവർ ശിർക്ക് ചെയ്തു എന്നാണ്. ആർക്കും തർക്കമില്ല. ആ ശിർക്ക് എന്തായിരുന്നു? മക്കത്തെ മുശ്രിക്ക് ചെയ്ത ശിർക്ക് എന്താണ്?
അതിനെക്കുറിച്ച് നമ്മൾ എവിടെ പരതണം? നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് അല്ലാഹ് സൂചന നൽകുന്നുണ്ട്. സൂചന മാത്രമല്ല, അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. മക്കത്തെ മുശ്രിക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ച ശിർക്ക് എന്തായിരുന്നു? അത് നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു നോക്കാം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇസ്ലാമിൽ നിന്ന് അവൻ പിഴച്ചു പോവാൻ സാധ്യതയുള്ള പാപങ്ങൾ ധാരാളമുണ്ടല്ലോ. അതിൽ ഒന്നാണല്ലോ, ഒരാൾ പറയാണ് ലോകത്തിന് പടച്ചോൻ തന്നെ ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാണ്, ഇസ്ലാമിന് അയാൾക്കുമായി ബന്ധമില്ല. ഒരാൾ പറയാണ് ലോകത്തിന് പടച്ചോൻ തന്നെ ഇല്ല, ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ പാപിയാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനാണ്. അതെ, നമുക്ക് പരിശോധിക്കാം. മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ കാര്യമായി അഭിസംബോധന ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അവർക്ക് ഈ വിശ്വാസം കൊണ്ടാണോ അവർ ഇസ്ലാം നിന്ന് പുറത്തുപോയത്? അവർക്ക് ഇസ്ലാമിലേക്ക് ചേരാൻ പറ്റാതിരുന്നത് ലോകത്തിന് അള്ളയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ഖുർആൻ ഓതുന്ന, ഹദീസുകൾ വായിക്കുന്ന, ഇസ്ലാമിക ചരിത്രം കേൾക്കുന്ന ഒരു പണ്ഡിതനോ ആ പ്രഭാഷണങ്ങളെ കേൾക്കുന്ന ഒരു മുസ്ലിമോ ഒരു അമുസ്ലിമോ നിഷ്പക്ഷമായി ദീനിനെ പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന ഒരു ചരിത്രകാരനും പറയൂല മക്കത്തെ മുശ്രിക്ക് ദൈവവിശ്വാസികളല്ലായിരുന്നു എന്ന്. കാരണം എന്താ? അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ സൃഷ്ടാവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ലോകത്തിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ലോകത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്. ആ സൃഷ്ടാവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മക്കത്തെ മുശ്രിക്കിന് വിശ്വാസമുണ്ടായിരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഖുർആനില്ലേ? നിങ്ങളുടെ കൈകളിൽ മൊബൈൽ ഫോണുകളില്ലേ? ഇന്ന് പരിഭാഷയടക്കം ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കാനുള്ള വലിയ സംവിധാനവും തൗഫീഖും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ അതിന്റെ 31-ാമത്തെ ആയത്തിൽ, 10-ാമത്തെ സൂറത്താണല്ലോ സൂറത്ത് യൂനുസ്. ആ സൂറത്തിന്റെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കിനെ കുറിച്ച് അവരോട് ചോദിക്കാൻ അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെടുന്നു. ഖുൽ, പറയണം നബിയേ, പറയണം നബിയേ, താങ്കൾ ചോദിക്കണം, മയ്യർസുഖുകും മിനസ്സമാഇ വൽ അർളി, ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്നതാരാണ്? ജീവിത സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതാരാണ്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാറ, കേൾവിയും കാഴ്ചകളും നിയന്ത്രിക്കുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, ജീവിപ്പിക്കുന്നവൻ ആരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, മരിപ്പിക്കുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരോട് ചോദിക്കണം എന്നാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്? മക്കയിലുള്ള മുശ്രിക്കിനോട് ചോദിക്കണം. മക്കത്തുള്ള അബൂജഹലിനോടടക്കം മുശ്രിക്കീങ്ങളോട് ചോദിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ശിർക്ക് ചെയ്യുന്നവരോട് ചോദിക്ക്, ആരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ആരാണ് മരിപ്പിക്കുന്നത്? ആരാണ് ഭക്ഷണം നൽകുന്നത്? ആരാണ് വെള്ളം നൽകുന്നത്? ആ സന്ദർഭത്തിൽ അല്ലാഹുവാണ് എന്ന് അവർ മറുപടി പറയും. ആരെ മറുപടി പറയാ? മക്കത്തെ മുശ്രിക്ക് മറുപടി പറയും. അപ്പൊ മക്കാ മുശ്രിക്കിന്റെ പിഴവെന്തായിരുന്നു സഹോദരന്മാരെ? അല്ലല്ല എന്ന് പറഞ്ഞതാണോ? എങ്കിൽ പിന്നെ ഈ ആയത്ത് നമ്മൾ എന്തു ചെയ്യും? ഈ ഒരൊറ്റ ആയത്ത് പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ സമാനമായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിക്കൂ, മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് പിഴവുണ്ടായി, ശരിയാണ്. അവർ നരകത്തിൽ ശാശ്വതരാണ്, സംശയമില്ല. അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സംശയമില്ല. അവരുടെ ജീവിതത്തിൽ അതിനു മാത്രം എന്തോ പാപം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാപം അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞതല്ല. ആ പാപം എന്തല്ല? അല്ലല്ല എന്ന് പറഞ്ഞതല്ല. ഒരാൾ അല്ലല്ല എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം, മക്കയിലുള്ള മുശ്രിക്കുകൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പാപിയാണ്, സംശയമല്ല. പക്ഷെ ഒരു മുസ്ലിം ആണെങ്കിൽ പോലും, ഒരു കള്ളുകുടിയനാണെങ്കിൽ പോലും, ഒരു മഹാപാപിയാണെങ്കിൽ പോലും അയാളുടെ വിഷയത്തിലും കളവ് പറയാൻ പാടില്ല.
ഒരാൾ നല്ല തമ്മാടിയാണ്, ഉമ്മാനെ തല്ലുണോനാണ് എന്ന് വിചാരിച്ച് അയാൾ ഒരു വട്ടം ഉമ്മാനെ തച്ചത് 2 വട്ടം തച്ചു എന്നാക്കാൻ പാടില്ലല്ലോ. ഒരാൾ ഉമ്മാനെ തല്ലും, സ്വന്തം ഉമ്മാനെ തല്ലുന്നു കൂട്ടുക. അപ്പൊ അയാൾ എങ്ങനെയും കൊടുക്കണം. അതുകൊണ്ട് എത്ര തച്ചു, 1 തച്ചത് കണ്ടിന് ഞാൻ പറഞ്ഞു അയാൾ 2 വട്ടം ഉമ്മാനെ തച്ചു, അതും കളവാണ്. ഒരു പാപിയുടെ വിഷയത്തിലും നീതി നടപ്പിലാക്കണ്ടെന്ന് അള്ളാന്റെ പഠിപ്പില്ലല്ലോ. അള്ളാന്റെ അധ്യാപനം എന്താണ്? ഏത് വിഷയത്തിലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല, നീതിക്ക് എതിരെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് മൺമറഞ്ഞവരല്ലേ എന്ന് വെച്ച് മക്കത്തെ മുശ്രിക്കിനെ കുറിച്ച് കളവ് പറയാൻ പറ്റൂലല്ലോ. മക്കത്തെ മുശ്രിക്ക് സംഗതി ശിർക്ക് ചെയ്തവരാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉപദ്രവിച്ചവരാണ്, റസൂലുള്ളാഹിനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്, വലിയ ശല്യം ഇസ്ലാമിന് സൃഷ്ടിച്ചവരാണ്. സംശയമില്ല എന്ന് വിചാരിച്ച് അവരെ കുറിച്ച് കളവ് പറയാൻ പാടുണ്ടോ? അവരെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടുണ്ടോ? അവരെ കുറിച്ചും ഉള്ളതല്ലേ പറയാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലായിരുന്നു, അത് കളവല്ലേ. എന്തുകൊണ്ട് കളവായി? വിശുദ്ധ ഖുർആനിൽ അള്ളയാണ് പറയുന്നത് മക്കത്തെ മുശ്രിക്കിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ ചിലര് വന്നിട്ട് പറയും അത് പേരള്ളയാണ് എന്നുള്ള അള്ളല്ല, അത് പേരള്ളയാണ് എന്ന് പറഞ്ഞ പേരിനൊരു അള്ളാന്ന് എന്തോ ഏതോ ഒരു സങ്കല്പത്തിന് ഇട്ടതാണ്, ശരിക്കുള്ള അള്ളല്ല. അവിടെ നമ്മൾ ചിന്തിക്കൂ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് 2ാമത്തെയോ 3ാമത്തെയോ ഹദീസായി കൊണ്ടുവരുന്ന സംഭവമില്ലേ? അള്ളാന്റെ 3ാമത്തെ ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെടുന്നതിന്റെ തുടക്കത്തെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ആ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വഹി ലഭിച്ചിട്ട് ആ വഹിയും കൊണ്ട് ഭയന്ന് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയെ സമീപിച്ചപ്പോ അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിമത്തല്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കാൻ ഇസ്ലാം ആവുന്നേ ഉള്ളൂ, റസൂലുള്ളാഹി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി എന്തോ കണ്ട് ഭയന്നു എന്ന് ഖദീജ ബീവിക്ക് മനസ്സിലായി. എന്തോ കാരണം റസൂലുള്ളാഹിക്ക് വലിയ ആപത്ത് പിടിപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്, ബുഖാരിയിലുള്ളതാ. എന്താ ഉപദേശം? കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. ഓ ഭർത്താവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിക്കാണ്, നിങ്ങളെ അല്ലാഹു നിങ്ങളെ അപമാനിക്കുന്നതല്ല, ഒറ്റപ്പെടുത്തുന്നതല്ല, അല്ലാഹുവാണേ സത്യം. ഖദീജ ബീവി പറഞ്ഞു. റസൂലുള്ളാഹി ഖദീജ ബീവിക്ക് ദഅവത്ത് കൊടുത്ത് മുസ്ലിം ആയിട്ടില്ല ഖദീജ ബീവി. അത് കഴിഞ്ഞ് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തൊക്കെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ട് പിന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹിക്കും കാര്യം മനസ്സിലാവണം, ഞാൻ നബിയായി എന്നുള്ള വിഷയം. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നതൊക്കെ പിന്നെയല്ലേ. ആ വിശ്വാസത്തിന് മുമ്പ് തന്നെ ഖദീജ ബീവി പറയുന്നു, അല്ലാഹു നിങ്ങളെ അപമാനിക്കൂല, അല്ലാഹ് നിങ്ങളെ നിന്ദിക്കൂല. ഖദീജ ബീവി പറഞ്ഞ അല്ലാഹ് സങ്കല്പത്തിലുള്ള അല്ലാഹുവാൻ സാധ്യതയുണ്ടോ? നേരത്തെ മുമ്പ് സംസാരിച്ച എന്റെ സഹോദരൻ പറഞ്ഞല്ലോ, ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അബൂജഹൽ അടക്കമുള്ളവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അതിലൊരു പ്രാർത്ഥന അദ്ദേഹം സൂചിപ്പിച്ചു. മറ്റൊരു പ്രാർത്ഥന ഹദീസുകളിൽ കാണാം. മക്കത്തെ മുശ്രിക്ക് ബദറിന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഉൻസുർ അലൽ ജുന്ദൈൻ വഅക്റമൽ ഫിഅതൈനി വഖൈറൽ ഖബീലതൈൻ. അല്ലാഹുവേ, ഈ 2 സൈന്യത്തിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മാന്യമായ, ഏറ്റവും ഉത്തമമായ സമുദായത്തെ, സൈന്യത്തെ, ഗോത്രത്തെ നീ വിജയിപ്പിക്കണേ അല്ലാ എന്ന് മക്കത്തെ മുശ്രിക്ക് ബദർ യുദ്ധത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുള്ളത് ഹദീസുകളിലില്ലേ, ചരിത്രങ്ങളിലില്ലേ? മക്കത്തെ മുശ്രിക്കിന്റെ ഈ പ്രാർത്ഥനയിൽ അവർ വിളിച്ച അല്ലാഹ് ആരാണ്?
അത് സങ്കല്പത്തിലുള്ള അള്ളയല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നീതിയുടെ വക്താക്കളായ മുസ്ലിങ്ങള് മക്കത്തെ മുശ്രിക്കിനെ കുറിച്ച് കളവ് പറയൂല. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്ന്, മറിച്ച് അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നിട്ടും റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ ശിർക്കിലാണ്. ആ ശിർക്ക് നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നരകത്തിലാണ്. അപ്പൊ പിന്നെ അവരെടുത്തുള്ള പാപം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തെ മുശ്രിക്ക് ഉംറ ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും ഒക്കെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലുന്ന തൽബിയത്ത് ശ്രദ്ധിക്കും. എന്താണ് ആ തൽബിയത്തിലുള്ളത്? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. മക്കത്തെ മുശ്രിക്ക് പറയുന്നു, അല്ലാഹ് നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു. എന്താ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞതിന്റെ പൊരുള്? മക്കത്തെ മുശ്രിക്ക് ഇബ്രാഹിം നബിയെ അംഗീകരിച്ചിരുന്നവരായിരുന്നു. വിശദാംശങ്ങളിലൊക്കെ ഇബ്രാഹിം നബിക്ക് എതിരവര് പ്രവർത്തിച്ചിരുന്നെങ്കിലും മൊത്തത്തിൽ അവരും പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളുകളാണ്. ഇബ്രാഹിം നബിയിൽ നിന്ന് കിട്ടിയ പല ശരീഅത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലത്തും മക്കത്തെ മുശ്രിക്ക് കൊണ്ടു നടന്നിരുന്നു. അതിന്റെ ഭാഗമാണ് അവർ കഅബാലയത്തെ ആദരിച്ചത്. അതിന്റെ ഭാഗമാണ് വർഷത്തിലൊക്കെ അവർ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവർ തവാഫ് ചെയ്തതുപോലും അവർക്ക് കിട്ടിയിട്ടുള്ളത് കേടുവരാതെ ബാക്കി വന്ന ഇബ്രാഹിം നബിയുടെ ശരീഅത്തിൽ നിന്നാണ്. പക്ഷെ അതിലൊരു കൈ വെച്ചു. എന്താ കൈവച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തൽബിയത്തിൽ അവർ ചെറിയ ഒരു മാറ്റം വരുത്തി. എന്താ മാറ്റമെന്നോ? തുടക്കത്തിലൊക്കെ അവർ പറഞ്ഞു ലബ്ബൈക ലാ ശരീക ലക. അല്ലാഹ് നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകി സമീപിച്ചിരിക്കുന്നു, നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് മക്കത്തെ മുശ്രിക്ക് പറയുമ്പോ റസൂലുള്ള പറയും, ഖദിൻ ഖദിൻ, അവിടെ നിങ്ങൾ നിർത്തിക്കോ, അത്ര തന്നെ ഞാനും പറയുന്നുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒന്നാണ്, തർക്കം അവസാനിച്ചിരിക്കുന്നു. സങ്കല്പത്തിലുള്ള അള്ളാഹിനെ കുറിച്ച് പടച്ചോനെ എന്ന് വിളിച്ചതിന് റസൂൽ എങ്ങനെ തർക്കം അവസാനിച്ചു എന്ന് പറയാ? ഏതോ ഇല്ലാത്ത അള്ളാഹിനെ കുറിച്ചാണ് ഓര് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഏതോ ഇല്ലാത്ത അള്ളാഹിനെ കുറിച്ച് പടച്ചോനെ നിനക്ക് പങ്കുകാരില്ല എന്ന് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞതിനെങ്ങനെ ഉള്ള അള്ളാഹിനെ വിശ്വസിക്കുന്ന റസൂൽ തർക്കം അവസാനിച്ചു എന്ന് പറയാ? അപ്പൊ ഉറപ്പാ റസൂൽ ഏത് അള്ളാഹിനെ പറഞ്ഞത് അതേ അള്ളാഹിനെ മക്കത്തെ മുശ്രിക്കും അംഗീകരിച്ചു. പിന്നെന്താ കുഴപ്പം? ഞാൻ എന്റെ വിഷയത്തിന്റെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. സഹോദരന്മാരെ, ഗൗരവത്തോടെ ചിന്തിച്ചോ, ഗൗരവത്തോടെ ശ്രദ്ധിച്ചോ. ഈ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കത്തെ മുശ്രിക്കിന്റെ തൽബിയത്ത് പറഞ്ഞല്ലോ, അതാ ലബ്ബൈക ലാ ശരീക ലക, റബ്ബേ നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഖദിൻ ഖദിൻ, അവിടെ നിങ്ങൾ നിർത്തിക്കോ. പക്ഷെ ഒരു കൂട്ടാക്കൂല, ഒരത് കൂട്ടാക്കൂല. ഒരെന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവിടെയാണ് തിരിഞ്ഞത്, അവിടെ തർക്കം. മക്കത്തെ മുശ്രിക്കിന് ശിർക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞു, ശിർക്ക് വലിയ ഗൗരവാന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ പിഴവുണ്ടായത് അല്ലാഹ് ഇല്ലാന്ന് പറഞ്ഞതല്ല, ഏതോ അള്ളയിൽ വിശ്വസിച്ചതുമല്ല. പിന്നെ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അള്ളയുണ്ട്. ആരുള്ള അള്ളാഹ്? റസൂലുള്ള പറയുന്ന അള്ളാഹ്. പക്ഷേ റസൂലുള്ള പാടില്ലെന്ന് പറഞ്ഞ ഒരു വിശ്വാസം അവർ തുടർത്തി. ഏതാണ് ആ വിശ്വാസം? ഇല്ലാ ശരീകൻ, അല്ലാഹ് ഒരു പങ്കാളി നിനക്കുണ്ട്, ഒരു പങ്കാളിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം പങ്കാളി ഉണ്ട് എന്നാണോ? ഒരിക്കലുമല്ല. മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് 300 ചില്ലാനം വിഗ്രഹങ്ങൾ അവർ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ആ വിഗ്രഹങ്ങളോട് വ്യത്യസ്ത ഗോത്രങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കുള്ള ഓരോ ദൈവങ്ങളുടെ പ്രതിരൂപം മക്കയിലെ ഈ കഅബാലയത്തിൽ ഇവർ പ്രതിഷ്ഠിച്ചിരുന്നു. ആ ആളുകൾക്ക് 300 ചില്ലാനപ്പം ഇങ്ങനെ ഒരു ശരീക്ക് അറിയാം. അവിടെ എണ്ണം പറഞ്ഞതല്ല, ഈ എല്ലാ ശരീക്കും ഫലത്തിൽ ഒന്നാന്ന സംഗതി. എണ്ണം പറയുമ്പോൾ കുറെ ഉണ്ടെങ്കിലും അതെല്ലാം ക്വാളിറ്റിയിൽ ഒന്നാ. എന്താ ക്വാളിറ്റിയിൽ ഒന്ന്? ഇല്ലാ ശരീകൻ ഹുവ ലക. അത് എത്ര എണ്ണം പങ്കാളികൾ ഉണ്ടെങ്കിലും റബ്ബേ അത് നിന്റേതാണ്, നിന്റെ അധീനതയിലാണ്, നിന്റെ അർഹതപ്പെട്ടതാണ്. തംലികുഹു, ആ പങ്കാളികളെ ഉടമപ്പെടുത്തുന്നത് റബ്ബേ നീയാണ്. വമാ മലക,
അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ, അവർക്ക് രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് റബ്ബേ നീ കൊടുത്ത കഴിവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം കഴിവുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ മിൽക്കിയത്തുണ്ടോ അത് റബ്ബേ നീ കൊടുത്ത കഴിവാണ്, നീ നൽകിയതാണ് എന്ന് മക്കത്തെ മുശ്രിക്കാണ് പറഞ്ഞത്. കേരളത്തിലേതോ ഉസ്താദ് പ്രസംഗിച്ചതിനെ കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഇവിടെ ഉസ്താദ്മാര് പ്രസംഗിക്കുന്നുണ്ടല്ലോ, അത് സ്വാഭാവികം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, അള്ളാഹുവേ നീ കൊടുത്ത കഴിവെന്ന് സഹായിക്കും എന്ന് വിചാരിച്ച് ലാത്താന്നുള്ളടത്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നാണ് വെച്ചാൽ, ഉസ്സാന്നുള്ളടത്ത് ഉള്ളാൾ തങ്ങൾ എന്ന് വെച്ചാൽ, ആ മനാത്താന്നുള്ളടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ അതൊരു സാമ്യത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ അനുഭവപ്പെടാനും അത് ചിന്തിക്കാനും അതിൽ നിന്ന് തിരിച്ചു പോരാനുമാണ് സഹോദരങ്ങളെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ കൊച്ചു സംഘം നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഗൗരവത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു സാമ്യത തോന്നുന്നുണ്ടോ? ഈ മക്കത്തെ മുശ്രിക്കിന്റെ വിഷയത്തിൽ വന്ന ഹദീസാ ഞാൻ പറഞ്ഞത്. ആരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം മുസ്ലിം റഹിമഹുല്ലാ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പറഞ്ഞ പരാമർശം അതേപോലെ അതിന്റെ ഒരു പരിഭാഷ കണക്കെ തന്റെ വാദമായി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അത് കേൾക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കെട്ടി നമ്മൾ ആ വിഷയം പറഞ്ഞത്. കാരണം എന്താ, അള്ളാന്റെ റസൂല് എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞത്, അത് ഇതാണ് ശിർക്ക്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ, അള്ളാനെ പോലെ അള്ളണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അതേ ശിർക്കാണ്, സംശയമില്ല. അള്ളാനെ പോലെ വേറെ ഒരു അള്ളയുണ്ട് എന്നൊരാൾ വാദിച്ചു എന്ന് വെക്കുക. രണ്ട് അള്ള ലോകത്തിനുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അത് ശിർക്കാണോ? സംശയമില്ല, അത് ശിർക്കാണ്. പക്ഷേ അങ്ങനെ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാര് പറയുന്നത് ഇല്ല എന്നാണ്. എന്നാ വാദിച്ചു എന്ന് വരുത്തി തീർക്കാവുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ചിലരൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുകയുമുണ്ട്. പക്ഷെ അത് വ്യാപകാർത്ഥത്തിൽ ലോകത്ത് കാണുന്നില്ല. അവരുടെ തന്നെ വിശദീകരണം അന്വേഷിക്കുമ്പോ അവരും പറയുന്നത് ആ രണ്ടള്ളമാരിൽ ഒരള്ളാക്കാണ് പവർ കൂടുതല്. അപ്പൊ ഫലത്തിൽ അവരും പറയുന്നത് പവറുള്ളവൻ ഒന്നേ ഉള്ളൂ, എല്ലാറ്റിനെയും അടക്കി വാഴുന്നവൻ ഒന്നേയുള്ളൂ. അതുകൊണ്ട് തർക്കമില്ലാത്ത ലോകത്തിലെ നിലവിലില്ലാത്ത വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അത് ഇസ്ലാമിന്റെ ശൈലിയല്ലല്ലോ. സങ്കല്പത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടുവന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത് പിൽക്കാലത്ത് വന്ന ഫിലോസഫിയുടെ ആളുകളുടെ ശൈലിയല്ലേ. അത് മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല, ഉള്ളത് തന്നെ പറയാനില്ലേ. അതുകൊണ്ട് രണ്ട് അള്ള ലോകത്തുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരാ വാദിക്കുന്നത്? അങ്ങനെ ആരും വാദിക്കുന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ ശിർക്ക് തന്നെ. അതിനെതിരെയും നമ്മൾ ശബ്ദിക്കും, അതിനെതിരെയും സംസാരിക്കും. പക്ഷെ അങ്ങനെ വാദിക്കുന്നവർ സമൂഹത്തിൽ ഇല്ല തന്നെ. മറിച്ച് സമൂഹത്തിൽ ശിർക്കുണ്ട്. നമ്മൾ ഖുർആനിൽ കേട്ട ശിർക്കുണ്ട്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില പങ്കാളികളുണ്ട്. ആ പങ്കാളികൾക്ക് ഞാൻ പങ്കാളി എന്ന് പറഞ്ഞാലും പങ്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അള്ളാനോട് പ്രാർത്ഥിക്കാൻ അതുപോലെ മമ്പറത്തങ്ങളോടും പ്രാർത്ഥിക്കാം, അള്ളാനോട് രോഗശമനത്തിന് ദുആ ചെയ്യാം, ഉള്ളാളെ തങ്ങളോടും തേടാം, അല്ലാഹുവിനോട് മക്കളെ ലഭിക്കാൻ ദുആ ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദുആ ചെയ്യാം. അത് അള്ളാഹു കൊടുത്ത കഴിവെന്നാന്ന് വിശ്വസിച്ചാ മതി. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖ് സഹായിക്കും, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് ഉള്ളാള് തങ്ങൾ സഹായിക്കും, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് റസൂലുള്ള പാപം പൊറുക്കും, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് അല്ല വെച്ചു കൊടുത്ത അധികാരത്തിൽ നിന്ന് CM മടവൂർ ലോകത്തെ കാക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗൗരവപ്പെട്ട ശിർക്ക് എന്ന് അല്ല പറഞ്ഞത് അതേ കാര്യത്തെ സംബന്ധിച്ചാണ്. ഇത് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്.
ആണ് ആ അപകടത്തിൽ നിന്ന് തിരിച്ചു പോന്ന് തൗബയില്ലാതെ മരണപ്പെട്ടാൽ, സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കൂ. ഖുർആനിൽ ശിർക്ക് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് തർക്കമില്ല. ആ ശിർക്ക് വലിയ പാപമാണെന്നതിലും നമ്മൾ ഐക്യപ്പെട്ടല്ലോ. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നതിലും നമ്മൾ ഐക്യപ്പെട്ടല്ലോ. എന്നാൽ തർക്കം നിലനിൽക്കുന്നത് എന്താകുന്നു ശിർക്ക്, ഒരു കാര്യം എപ്പോഴാകുന്നു ശിർക്ക് എന്ന് പറയുക. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയല്ലോ. എന്തിനാണ് പണ്ഡിതന്മാരുടെ വാചകത്തിലേക്ക്? വിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ നോക്കൂ. മക്കയിലുള്ള മുശ്രിക്കിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം അല്ലാഹ് എടുത്തുദ്ധരിച്ചല്ലോ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയണം അല്ലാഹുവിനാണ് നിഷ്കളങ്കമായിട്ടുള്ള ആചാരമുള്ളത്. ആരാധനാകർമ്മങ്ങൾ അല്ലാഹുവിന് മാത്രമാണ് അവകാശപ്പെട്ടത്. വല്ലദീന യഅബുദൂന മിൻ ദൂനിഹി. അല്ലാഹുവിന് പുറമേ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. മക്കത്തെ മുശ്രിക്കിനെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചും നസറാനികളെ കുറിച്ചും അല്ലാഹ് പറയുന്നു, അവർ അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ. ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉസൈറിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈസാ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറിയം റളിയല്ലാഹു അൻഹയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ പ്രത്യേകത, അവരുടെ വാദം എന്താണ്? അവര് പറയും, മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ അല്ലാതെ, അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാനാണ് പാപികളായ ഞങ്ങൾ, ദോഷികളായ ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ നേരിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പാപികളല്ലേ, അല്ലാഹ് വലിയ അന്തസ്സുള്ളവനല്ലേ. നേരിട്ട് പ്രാർത്ഥിച്ചാൽ എന്താവശ്യത്തിനാ അല്ലാഹ് നമ്മളെ പരിഗണിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അല്ലാഹനെ അവഗണിച്ച് ജീവിച്ച പാപികളായ നമ്മളെ പരിഗണിക്കേണ്ട ഒരാവശ്യവും അല്ലാഹ്ക്കില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹന്റെ പരിഗണന കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. നമ്മുടെ ആവശ്യം എങ്ങനെ നേടിയെടുക്കാം? നേരിട്ട് പറഞ്ഞാൽ അല്ലാഹ് മൈൻഡ് ചെയ്യൂല, നേരിട്ട് പറഞ്ഞാൽ അല്ലാഹ് നമ്മളെ പരിഗണിക്കൂല. കാരണം ആയ കാലത്തൊക്കെ നമ്മൾ പാപം ചെയ്തവരാണ്. അതുകൊണ്ട് പാപികളായ ദോഷികളായ നമുക്കും അല്ലാഹന്റെ സഹായം കിട്ടണം, അല്ലാഹുവിന്റെ രക്ഷ ലഭിക്കണം, അല്ലാഹുവിൽ നിന്ന് ഉപകാരം കിട്ടണം, അല്ലാഹ് നമ്മിൽ നിന്ന് ദോഷങ്ങളെ തടയണം. അതിനു വേണ്ടി അല്ലാഹുവിനോട് ജീവിതകാലത്ത് സൂക്ഷ്മത പുലർത്തി ജീവിച്ച, അല്ലാഹുവിലേക്ക് ഏറെയേറെ ധർമ്മങ്ങൾ ചെയ്ത് അടുത്ത, അല്ലാഹുവിന് വേണ്ടി ഏറെയേറെ ഇബാദത്ത് ചെയ്ത് അടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ലാത്തയെ കൊണ്ടും ഉസ്സയെ കൊണ്ടും മനാത്തയെ കൊണ്ടും ഇബ്രാഹിം നബിയെ കൊണ്ടും ഇസ്മായിൽ നബിയെ കൊണ്ടുമൊക്കെ ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അടുക്കുന്നത്? രണ്ട് ശൈലിയിലുണ്ട്. ആ രണ്ട് ശൈലിയും നമ്മൾ കേൾക്കണം. ഈ അല്ലാഹുവിലേക്ക് ഈ മഹാന്മാരെ വെച്ച് അടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റായ രണ്ട് ശൈലിയുണ്ട്. ഒന്നെങ്ങനെ അല്ലാഹുവിലേക്ക് മഹാന്മാരെ വെച്ചെടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാതെ, അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞവരുണ്ട്. അല്ലാഹുവിലേക്ക് നേരിട്ട് പറഞ്ഞാൽ അല്ലാഹ് എന്നെ പരിഗണിക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് ബറക്കത്ത് സ്ഥിരപ്പെട്ട റസൂലിന്റെ ബറക്കത്തോട് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ മഹാന്മാര് വഴി അല്ലാഹുവിലേക്ക് അടുക്കുന്നവരുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ച ശൈലിയല്ല, അത് ബിദ്അത്താണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു രൂപം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പടർന്നു പിടിച്ചിരിക്കുന്നു. ആ ഒരു രൂപത്തിനും അപ്പുറത്തുള്ള ബിദ്അത്തിൽ നിന്നും കരകയറി അതിൽ നിന്നും മറികടന്നുകൊണ്ട് ശിർക്കാകുന്ന ഒരു ശൈലിയുമുണ്ട്. ആ ശൈലിയായിരുന്നു മക്കത്തെ മുശ്രിക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഈ മഹാന്മാരെ അവർ ഇടയാളന്മാരായി വെക്കും. എന്നിട്ട് ഈ ഇടയാളന്മാരായി വെച്ചവരെ കുറിച്ച് അവര് പറയും, ഇവരൊക്കെ കാരണങ്ങളാണ്. ഇതാരും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും പലരും പറയുന്നുണ്ട്. ഇതാരും പറഞ്ഞു? മക്കത്തെ മുശ്രിക്കും പറഞ്ഞു. എന്തിനുള്ള കാരണമാണ്? എന്തിനുള്ള സബബാണ്? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സബബാണ്. ഈ സബബിനെ ഇനി നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്? ഇവരുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടാണോ? അല്ല, അങ്ങനെയുമല്ല. അത് തന്നെ ഇസ്ലാമിലില്ലാത്തതാണ്. ഇവർ പറഞ്ഞ രൂപം ഈ സബബുകളോട് ദുആ ചെയ്യുക, ഈ സബബുകളോട് പ്രാർത്ഥിക്കുക,
ഇവരോട് ചോദിക്കുക, ഇവരോട് പറയുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവര് അള്ളാഹിനോട് പറയും. ഇത് ആകെ വ്യത്യാസം എന്തേ ഉണ്ടായിട്ടുള്ളൂ? മക്കത്തെ മുശ്രിഫ് വിളിച്ചപ്പോൾ അവിടെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും ഈ പറഞ്ഞ ലാത്തി ഉസ്സിയാണെങ്കിൽ ഇന്ന് നാട്ടുകാർ വിളിക്കുമ്പോൾ അവിടെ കാണുന്നത് റസൂലുള്ളയും മമ്പർത്ത് തങ്ങളും മൊഹീദ്ദീൻ ഷെയ്ഖും ഇഫായി ഷെയ്ഖും ഉള്ളാള് തങ്ങളും. ഇതല്ലാത്ത എന്ത് വ്യത്യാസമുള്ളത്? അപ്പൊ പിന്നെ ആൾക്കാർ വ്യത്യാസം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ജാറ വ്യവസായം നിലകൊള്ളണമല്ലോ, അത് നഷ്ടപ്പെടാതിരിക്കാൻ വ്യത്യാസം പറഞ്ഞുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമെ, ഖുർആൻ വായിച്ചാൽ തിരിയാത്തവരല്ലല്ലോ നമ്മൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മക്കാ മുശ്രിക്കിന്റെ ചരിത്രം ആവർത്തിച്ചാ പറയുന്നത്. ഹദീസുകൾ വായിച്ചാൽ മക്കാ മുശ്രിക്കിന്റെ ചരിത്രം ആവർത്തിച്ച് നമുക്ക് മനസ്സിലാവും. ഈ ചരിത്രങ്ങളിലൊക്കെ അള്ളാഹും റസൂലും പറയാൻ ശ്രമിച്ചത് എന്താ? അവരുടെ പാപങ്ങളിൽ റസൂലിനെ തിരുത്താൻ ശ്രമിച്ച പാപം എന്താ? അത് ശിർക്കാണ്, സംശയമല്ല, ആർക്കും സംശയമില്ല. ആ തിരുത്താൻ ശ്രമിച്ച ശിർക്ക് എന്താ? അങ്ങനെ ചോദിക്കാം. അള്ളാഹു ഇവരിൽ നിന്ന് തിരുത്താൻ ശ്രമിച്ച ശിർക്ക് എന്താ? അള്ളാഹിനെ പോലെ വേറെ അള്ള ഉണ്ട് എന്ന് പറഞ്ഞതല്ല. അള്ളാഹിന്റെ കീഴിൽ, അള്ളാഹിന്റെ താഴെ ഇടയാളന്മാരുണ്ട് എന്ന് പറഞ്ഞതാ അവരിൽ തിരുത്താൻ ശ്രമിച്ച ശിർക്ക്. എന്നിട്ട് ആ ഇടയാളന്മാരോട് ദുആ ചെയ്യാണ്. എന്താ കാരണം പറഞ്ഞത്? നമ്മൾ പാപം ചെയ്യണവരല്ലേ. ഇതേ വർത്തമാനം പച്ച മലയാളത്തിൽ നമ്മുടെ നാടുകളിൽ പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോമറിനെ പോലെയാണ്. അതിന് നേരിട്ട് കറണ്ട് എടുത്താൽ ബൾബ് അടിച്ചു പോവും. അതുകൊണ്ട് നമ്മൾ അതിന് ഇടയാളന്മാരെ സ്വീകരിക്കുന്ന പോലെ അള്ളാഹിലേക്ക് നേരിട്ടെടുക്കാൻ നമ്മൾ മഹാന്മാരെ ഇടയാളന്മാരാക്കി വെക്കണം. ഇത് നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്ര ഗൗരവത്തോടു കൂടി ഈ ശിർക്ക് ചെയ്താലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് ബന്ധപ്പെടുന്നത്. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലേ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. ഈ ശിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ശിർക്ക് ഉണ്ടെങ്കിലാണ് അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഞാൻ പുറത്തു തരൂല. അപ്പൊ ശിർക്ക് അള്ളാഹു പുറത്തു തരൂല എന്ന് നമ്മൾ പറയാ. അത് കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ ശിർക്ക് ചെയ്യാ. എത്ര വിരോധാഭാസമാണ്! എന്തൊരു ഗൗരവാണത്! നമ്മൾ നിസ്കാരത്തിൽ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനും പറയുന്നു, അതിന് ജവാബ് കൊടുക്കുന്ന കേൾവിക്കാരനും പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയുന്ന അവന്റെ കയ്യിൽ ഏലസ് കാണുന്നു. ഏലസിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇന്നർ റുഖാ വത്തമായിമ വത്തിവലത ശിർകുൻ. ശിർക്കൻ മന്ത്രങ്ങൾ ജാഹിലിയത്തിൽ നിന്നിരുന്ന ഒരു തരം മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ അത് ശിർക്കാണ്. വത്തമായിമ, ഏലസ്, അത് ശിർക്കാണ്. വത്തിവലത്ത, ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ ബന്ധം ചേർക്കാൻ, അവരുടെ തമ്മിലുള്ള ബന്ധം വേർപിരിയാതിരിക്കാൻ ആളുകൾ സിഹറിന്റെ ഭാഗമായി കൈ കെട്ടുന്ന ഒരു വളയമുണ്ട്, അതും ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാ ഈ ശിർക്ക് കൊണ്ടടന്നിരുന്നത്? മക്കത്തെ മുശ്രിക്കാ. ഈ ഏലസ് കൈ കെട്ടിയിട്ട് പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ സംസാരങ്ങളും ഈ പറയുന്ന ആശയങ്ങളുമൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പഠന വിധേയമാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ കാണുന്നുണ്ട് ശിർക്ക് പാടില്ല, ശിർക്ക് പാടില്ല. പക്ഷെ ആ പാടില്ല എന്ന് പറഞ്ഞ ശിർക്ക് എന്താ നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ആ പാടില്ലെന്ന് പറഞ്ഞ ശിർക്ക് ഇതാണ്: അല്ലാഹു അല്ലാത്തവനോട് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവനോട് സഹായം തേടുക, അല്ലാഹു അല്ലാത്തവന് വേണ്ടി നേർച്ച ചെയ്യുക, അല്ലാഹു അല്ലാത്തവന് വേണ്ടി ബലിയർപ്പിക്കുക എന്ന് തുടങ്ങുന്ന ധാരാളം കണക്കിന് ശിർക്ക് ഇന്ന് സമൂഹത്തിൽ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നു. ഇന്ന് സിയാറത്ത് ടൂർ വ്യാപകമാണ്. അതേ, ഉംറക്ക് പോകുമ്പോഴും ആദ്യമൊക്കെ ഇന്ത്യയിലുള്ള സിയാറത്ത് ടൂർ കഴിഞ്ഞ് ഉംറക്ക് പോയി ശിർക്ക് ചെയ്തുകൊണ്ട് ഉംറ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ശിർക്ക് ചെയ്ത് ആ ഉംറ ബാത്തിലാക്കിക്കുന്ന നേതൃത്വം ഇന്ന് വ്യാപകമായ അർത്ഥത്തിലുണ്ട്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് അവിതർക്കിതമായ തർക്കമില്ലാത്ത മറ്റൊരു വിഷയം ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഉപദേശമല്ലേ, നമ്മുടെ ജീവിതം ആഖിറത്തിലാണ്. അടിസ്ഥാന ജീവിതം പരലോക ജീവിതമാണ്. ദുനിയാവ് നശ്വരമാണ്, നശിക്കാനിരിക്കുന്നതാണ്. ദുനിയാവിലെ സൗകര്യങ്ങളും അത് നശിക്കാനിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യന്മാരെ ശൈത്താന് പിഴപ്പിക്കുന്ന രൂപം എങ്ങനെയാണെന്നറിയുമോ?
ദുനിയാവിനെ കുറിച്ചുള്ള മോഹങ്ങൾ അവരുടെ മനസ്സിലിട്ട് കൊടുക്കും, ദുനിയാവിനെ കുറിച്ച് ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും, ദുനിയാവിന്റെ ജീവിതം സൗകര്യപ്രദമാവണമെന്ന് ആവശ്യത്തിലേറെ മോഹിക്കും. അങ്ങനെ അവൻ മോഹിച്ച് ജീവിക്കുമ്പോ അതിന് വിഘാതമായി ജീവിതത്തിൽ ഒരു രോഗം വരുന്നു. ദുനിയാവ് ആസ്വദിക്കണമെന്ന് വിചാരിച്ച് ദുനിയാവ് മനസ്സ് കണ്ട് ജീവിച്ച ഒരു മനുഷ്യന് രോഗം വരുന്നു, ചികിത്സിക്കുന്നു, ചികിത്സിച്ചിട്ട് ചികിത്സ ഫലം കാണുന്നില്ല. ജീവിതത്തിൽ വലിയ സമ്പാദ്യവും അമ്പരച്ചുംബിയായ കെട്ടിടങ്ങളും വലിയ വലിയ ഫ്ലാറ്റുകളും ഒക്കെ മനസ്സിലാഗ്രഹം കൊണ്ട് നടന്നുകൊണ്ട് അതിനു വേണ്ടി സമ്പാദിക്കുന്നു. പക്ഷെ തുടങ്ങുന്ന കച്ചവടമൊക്കെ പൊട്ടിപ്പോകുന്നു, ഒന്നിനും വിജയം കാണുന്നില്ല. ഒരുപാട് മക്കളെ കൊതിക്കുന്നു, പക്ഷെ മക്കളൊക്കെ മരണപ്പെട്ടു പോകുന്നു, സന്താനങ്ങളെ ലഭിക്കുന്നില്ല. ഭർത്താവിനോട് വലിയ സ്നേഹമാണ്, പക്ഷെ ഭർത്താവിന് തന്നോട് ഇഷ്ടമില്ല. ഭാര്യയോട് വലിയ സ്നേഹമാണ്, പക്ഷെ ഭാര്യയ്ക്ക് എന്നോട് താല്പര്യമില്ല. അങ്ങനെ ദുനിയാവിൽ വല്ലാതെ നമ്മൾ അങ്ങ് മോഹിച്ച പോലെ അല്ല ദുനിയാവാർക്കും കൊടുക്കൂലല്ലോ. അങ്ങനെ അല്ല ആർക്കും പറഞ്ഞിട്ടില്ലല്ലോ. ദുനിയാവിൽ അല്ല കൊടുക്കും, കൊടുക്കാതിരിക്കും. എല്ലാവർക്കും അല്ല കൊടുക്കാറുണ്ട്, കൊടുക്കാതിരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കിട്ടണം എന്ന് വല്ലാതെ ദുനിയാവിനോട് മോഹം വന്നപ്പോ ആദ്യമൊക്കെ ഭൗതിക കാരണങ്ങളുമായി ആളുകൾ മുന്നോട്ട് പോയി. പണത്തിനോടുള്ള കൊതി കൊണ്ട് ഹലാലും വിട്ട് ഹറാമിലേക്ക് കയറി, ഹറാമായ ബിസിനസ് ചെയ്യുന്നു, ഹറാമായിട്ടുള്ള പലിശ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിനിടക്ക് എന്നിട്ടും പച്ച പിടിക്കുന്നില്ല. അപ്പോഴാണ് ഏതോ ശൈത്താൻ വന്നിട്ട് മന്ത്രിക്കുന്നു, കച്ചവടം വിജയിക്കണോ, ഭാര്യക്ക് സ്നേഹം കൂടണോ, ഭർത്താവിന് പ്രേമം കൂടണോ, മക്കളെ വേണോ, അസുഖം മാറണോ, ഇന്നാലിന്ന ജാറത്തിലേക്ക് നിങ്ങൾ നേർച്ച നേർന്നോ. നമ്മുടെ നാട്ടില് നേർച്ചക്കാര് പ്രചരിച്ചതങ്ങനെയല്ലേ? നേർച്ചോത്സവങ്ങൾക്ക് വലിയ വിജയം കണ്ടതങ്ങനെയല്ലേ? ആളുകളുടെ ദുനിയാവ് ചൂഷണം ചെയ്തുകൊണ്ടല്ലേ നേർച്ചപ്പൂരപ്പറമ്പുകൾ ഇന്ന് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പരലോകത്തിൽ സ്വർഗം വേണോ, ഉള്ളാളത്തേക്ക് ഒരാടിനെ നേർച്ച ചെയ്തോ എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പറയാറില്ലല്ലോ. ദുനിയാവിന്റെ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് വലിയ പ്രശ്നമാണല്ലേ, സാമ്പത്തിക പരാജയമാണല്ലേ, മക്കളെ കിട്ടുന്നില്ലല്ലേ, ബിസിനസ് പരാജയപ്പെടുന്നുവല്ലേ. അങ്ങനെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ മുമ്പിലേക്ക് വിവരിച്ചു കൊടുത്തിട്ട് പരിഹാരം വേണോ, ഇന്ന തങ്ങളെ സമീപിച്ചോ, ജ്യോത്സ്യനെ സമീപിച്ചോ, ഇന്നടത്തേക്ക് നേർച്ച ചെയ്തോ. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ഒരു പ്രശ്നം വരുമ്പോ എത്ര കണ്ടിട്ടാടായി ചികിത്സിച്ച് നടക്കുന്നത്, എത്ര കണ്ടിട്ടാണ് ഈ ഇതും പറഞ്ഞ് നടക്കുന്നത്. ഇതാ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരു നേർച്ചയുണ്ട്. അങ്ങനെ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നാട്ടിൽ നടക്കുന്ന നേർച്ചയുടെ പൊരുള്? ആളുകളതാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ആഗ്രഹങ്ങൾ വല്ലാതെ കൂടുമ്പോ, ദുനിയാവിനോട് വല്ലാതെ മോഹം വരുമ്പോ അത് നേടിയെടുക്കാൻ കുറുക്ക് വഴിയുണ്ടോ എന്ന് നോക്കാണ്. അപ്പോഴാണ് കേൾക്കുന്നത് ഉള്ളാളത്ത് നേർച്ച വരുന്നുണ്ട്, മമ്പറത്ത് നേർച്ച വരുന്നുണ്ട്, CM-ന്റെ മഖാമിൽ നേർച്ച വരുന്നുണ്ട്. അപ്പൊ അയാള് പറയുന്നു, എന്റെ രോഗം സുഖപ്പെടുന്നുവെങ്കിൽ, ബിസിനസ് വിജയിക്കുന്നുവെങ്കിൽ അടുത്ത ആണ്ട് നേർച്ചക്ക് ഞാൻ ഇന്ന മൃഗത്തെ ബലിയറുക്കാമെന്ന് നേർച്ച നേരുന്നു. ബദരീങ്ങളുടെ ആണ്ടിന് ഒരു പോത്ത് ഞാൻ നേർച്ചയാക്കുന്നു. അതല്ലെങ്കിൽ എന്റെ മകന്റെ രോഗം ശിഫപ്പെട്ടാൽ ഉള്ളാളിലേക്ക് ഞാനൊരു ആടിനെ നേർച്ചയാക്കുന്നു. അങ്ങനെ നേർച്ചയാക്കിയില്ലെങ്കിലും അള്ളാന്റെ തീരുമാനം വന്നാൽ രോഗം മാറും. രോഗം മാറിയപ്പോ ഇയാൾ വിചാരിച്ചു ഞാൻ നേർച്ച നേർന്നിട്ടാ രോഗം മാറിയത്. ഇത് ഒരാളാണോ രണ്ടാളാണോ? അല്ല, 1000 ആളുകൾ ഇങ്ങനെ നേർച്ച ചെയ്യുന്നു. അങ്ങനെ ഈ നേർച്ച ചെയ്ത ആളുകളെ സംബന്ധിച്ച് അങ്ങനെ നേർച്ച ക്ഷണിക്കാനാണ് ഇവര് ആണ്ട് നേർച്ചയുടെ പരസ്യം ചെയ്യുന്നത്. നേർച്ച ചെയ്തവർക്കൊക്കെ ഔദ്യോഗികമായി വരാനും, അന്നദാനത്തിന് നേർച്ച ചെയ്തവർക്ക് ഔദ്യോഗികമായി വരാൻ ഇതാ ഞങ്ങൾ ഉറൂസ് ഒരുക്കുന്നുണ്ട്. അങ്ങനെ ആ ഉറൂസിലേക്ക് വരുന്ന 2 വിഭാഗം ജനങ്ങളുണ്ട്. ഒന്ന് നേർച്ച നേർന്നത് വീട്ടാൻ വരുന്നവരുണ്ട്, 2 നേരിട്ട് നേർച്ച നേരാൻ വരുന്നവരുണ്ട്. അതുപോലെ നേർന്ന നേർച്ചയുടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെയാണ് ഈ ആണ്ട് നേർച്ച ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ ദുനിയാവിന്റെ പേരിലാണ്. ഖബറിലെ വിചാരണയിൽ രക്ഷപ്പെടണം. അതുകൊണ്ട് മമ്പറത്തേക്ക് ഞാനൊരു പോത്തിനെ നേർച്ച നേരുന്നു. ആരും പറയാറില്ല.
സ്വർഗത്തിൽ എനിക്ക് ഏറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ് കിട്ടണം, അതിന് ഞാനിതാ CM മക്കാമിലേക്ക് ഒരു കോഴിയെ നേർച്ച ചെയ്യുന്നു എന്ന് പറയാറില്ല. അങ്ങനെ പറഞ്ഞ അതും ശിർക്ക് തന്നെ, സംശയമില്ല. പക്ഷേ നാടിന്റെ പൊതു സ്വഭാവം, ജനങ്ങളുടെ പൊതുവിചാരത്തെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെ മനസ്സിലും ദുനിയാവാണ്. ദുനിയാവിനോട് വല്ലാതെ താല്പര്യം വന്നപ്പോ അയാൾക്ക് ഒന്നുകിൽ പിഴവ് സംഭവിച്ചത് ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിച്ചുകൊണ്ടാണ്, ഹറാമിന്റെ വഴികളിൽ സ്വീകരിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, തഇസ അബ്ദുദ്ദീനാരി വ അബ്ദുദ്ദിർഹമി, ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ. അവന്റെ പ്രത്യേകത എന്താണ്? ദീനാറിനെയും ദിർഹമിനെയും പണത്തിനെയും ഭൗതിക സുഖങ്ങളെയും പടച്ചോനെ പോലെ കണ്ടു. ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ശാശ്വതനാണെന്ന് വിശ്വസിക്കുന്ന മക്കത്തെ മുശ്രിക്കിൽ തന്നെ അങ്ങനെ പഴച്ച വിശ്വാസക്കാരില്ലേ? പണമുണ്ടെങ്കിൽ എന്റെ ശരീരമടക്കം, എന്റെ കുടുംബത്തെ അടക്കം, എന്റെ വീടടക്കം, എന്റെ വാഹനമടക്കം ഏറ്റവും സുരക്ഷിതമായ ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ ഇൻഷൂർ ചെയ്തു കഴിഞ്ഞാൽ ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറയും ഒക്കെ സേഫാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടുന്ന മുസ്ലിം ഉമ്മത്തെ, അത് ദുനിയാവിനോടുള്ള അനർഹമായ കൊതിയാണ്, അത് തന്നെയും ഹറാമാണ്. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്, ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ. എന്നാൽ ഈ നേർച്ചക്കാരുടെ വിഷയോ അതും കടന്നിട്ട് കേവല ഹറാമുകളും വിട്ടുകടന്നിട്ട് വ്യാമോഹങ്ങളുമായി ജാറങ്ങളെ സമീപിക്കുന്നു. നേർച്ച നേരാൻ സാധ്യതയുള്ള ജാറങ്ങളുടെ ലിസ്റ്റ് ഉസ്താദുമാരോട് അന്വേഷിക്കുന്നു. നിന്റെ പ്രശ്നത്തിനനുസരിച്ച് നേർച്ച നേരാൻ ഇന്ന ജാറമാണ് നല്ലത്, അവിടെ ഇനി ഉറൂസ് നടക്കാനുണ്ട്, അന്നത്തെ ആണ്ട് നേർച്ചയിലേക്ക് നീയെങ്കിലും നേർച്ച നേർന്നോ. അങ്ങനെ പഴയ കാലത്തൊക്കെ നേർച്ചക്കാരെ ശേഖരിക്കാൻ ആൾക്കാർ നടന്നിരുന്നു. പഴയ കാലത്തൊക്കെ നേർച്ചക്കാരെ ശേഖരിക്കാൻ വല്ല നേർച്ചയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വീട്ടുകളിൽ നടന്നിരുന്നു. ഇപ്പം വാഹനങ്ങളും സൗകര്യവും സംവിധാനമൊക്കെ ആയപ്പം അങ്ങോട്ട് പോണ പകരം പരസ്യം കൊടുക്കും. അപ്പൊ ആൾക്കാർ വണ്ടി കയറിയിട്ട് വരിക ഈ നേർച്ച സ്ഥലത്തേക്ക്. ഈ ആണ്ട് നേർച്ചക്ക് ആൾക്കാർ എന്തിനാ വരുന്നത്? ആഗ്രഹം സഫലീകരിച്ചോൽ ഇത്തങ്ങളെ വറക്കത്തോണ്ടാണ് എന്റെ ഈ രോഗം മാറിയെന്ന് വിശ്വസിച്ചിട്ട് നേർച്ച വീട്ടാൻ വരിക. സമൂഹത്തിൽ വ്യാപകല്ലേ ആ ഒരു ചിന്താ വിഷയം? ആ ഒരു പറയുന്ന കാര്യം നമ്മുടെ കുടുംബത്തിലുണ്ടോ? എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നേർച്ചയുണ്ടോ? അറിഞ്ഞ സ്ഥിതിക്ക് നീ അത് വീട്ടണ്ട. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നീർത്തേണ്ട. ശിർക്കിൽ നേർച്ച വീട്ടലില്ല. ഞാൻ അതിൽ കഫാറത്തുണ്ടോന്നാ പണ്ഡിതന്മാർ രണ്ടഭിപ്രായം. ഇല്ലാത്തൊരു സംഗതിക്ക് നേർന്നത് അതിന് കഫാറത്തില്ല, വൈക്കനെ തിരിഞ്ഞോക്കണ്ടെന്നാ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഒരഭിപ്രായം. ഒരാൾ ശിർക്കൻ നേർച്ച നേർന്നാൽ അയാൾ പിന്നെ അയക്ക് തിരിഞ്ഞെന്നെ നോക്കണ്ട. സാധാരണഗതിയിൽ ഒരാൾ ഹറാമ് നേർച്ചേർന്നു, ഹറാമായ ഒരു കാര്യം ശിർക്കൊന്നുമല്ല. എന്താ ഹറാമ് നേർച്ചേർന്നത്? അയാളിപ്പോ പറയാണ്, ഞാൻ ഇനി എന്റെ അമ്മാനോട് മിണ്ടൂല, പടച്ചോനാണ് സത്യം, ഞാൻ എന്റെ അമ്മാനോട് മിണ്ടൂല എന്ന് പറഞ്ഞാൽ ഹറാമാണത്. അയാൾ എന്ത് വേണം? ആ നേർച്ച, ആ പറയുന്ന സത്യം ലംഘിക്കണം. അത് ലംഘിക്കലാക്ക് വാജിബ്. അമ്മാനോട് മിണ്ടണം. മിണ്ടിക്കഴിഞ്ഞാൽ സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കഫാറത്തുണ്ട്, അത് കൊടുക്കൽ വാജിബാണ്. അയാൾ നിർബന്ധമായിട്ട് കഫാറത്താണ്ട് കൊടുക്കുക, ആ ഹറാമ് അതിൽ നിന്ന് പിൻവാങ്ങുക. എന്നാ ഒരാൾ പറയാണ്, എന്റെ രോഗം മാറിയാൽ ഞാൻ ഉള്ളാള് തങ്ങൾക്ക് ഒരു ആടിനെ നേർച്ചയാക്കിയിരിക്കുന്നു. പിന്നെ ആർക്ക് കാര്യം ബോധ്യപ്പെട്ടു? ഞാൻ എന്താ വേണ്ടത്? നേർച്ച വീട്ടാൻ ഏതായാലും പറ്റൂല, നേർച്ച വീട്ടാൻ പറ്റൂല. ഇനി അതിന് കഫാറത്ത് കൊടുക്കാൻ ഞാൻ സത്യം ചെയ്തിരിക്കുന്നു, നേർച്ച നേർന്നത്. അപ്പൊ കഫാറത്ത് കൊടുക്കണോ? കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്, വേണ്ടാന്ന് പറഞ്ഞവരുണ്ട്. കാരണം എന്താ? ഇസ്ലാമിൽ ഒരു സാധ്യത ഇല്ലാത്തൊരു കാര്യം അയാൾ ചെയ്തത്. അത്ര ഗൗരവത്തിൽ ഉലമാ പഠിപ്പിച്ച കാര്യമാണ് ഈ നേർച്ച മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് സമൂഹത്തിൽ നിന്ന് വ്യാപകമാണ്, അത് സമൂഹത്തിൽ നിന്ന് വ്യാപകമാണ്. ഈ നേർച്ചക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ആണ്ട് നേർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നു ആളുകൾ ഈ നേർച്ചക്ക് വേണ്ടിയാണ് ഇന്ന് ആളുകൾ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. ജാറങ്ങൾ കെട്ടിപ്പൊക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണ്ടേ, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പറഞ്ഞല്ലോ, മക്ക ജീവിതത്തിലും അവിടുന്ന് ശിർക്കിനെതിരെ വളരെ ഗൗരവത്തോടെ സംസാരിച്ചിട്ടുണ്ട്, മദീന ജീവിതത്തിലും സംസാരിച്ചിട്ടുണ്ട്. അത് മദീന ജീവിതത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല, ആ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ,
ജൂതന്മാരെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശപിക്കട്ടെ. രണ്ടർത്ഥവും വെക്കാം. അള്ളാന്റെ റസൂല് പറയുന്നു, മരണശയ്യയിൽ കിടക്കുമ്പോ പോലും കാരുണ്യത്തിന്റെ നേതാവ്, ഒരു മനുഷ്യൻ നരകത്ത് പോകുന്നതിന് ആഗ്രഹമില്ലാത്ത, ഒരു മനുഷ്യന് ശാപം കിട്ടാൻ കൊതിക്കാത്ത റസൂലുള്ള തന്നെ നിർവാഹമില്ലാത്തത് കൊണ്ടല്ലേ ഒരു വിഭാഗത്തെ കുറിച്ച് ശാപപ്രാർത്ഥന നടത്തുന്നത്, അവർക്ക് ശാപമുണ്ടെന്ന് അറിയിച്ചത്. എന്താണ് അവരുടെ പ്രത്യേകത? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ അവരുടെ അംബിയാഇന്റെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. അവിടെ സിയാറത്ത് ചെയ്യുന്നു. ആ സിയാറത്ത് ചെയ്തുകൊണ്ട് അമ്പിയായിനോട് പ്രാർത്ഥിക്കുന്നു. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ലേ? അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ ഒന്നാം ഹിജ്റക്കാരുടെ കൂട്ടത്തിൽ അവരുമുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്സീനിയയിൽ ചെന്നപ്പോ, അവിടെ നസാറാക്കളുടെ രാജ്യമാണ്, അവിടെ ഞങ്ങൾ ചെന്നപ്പോ അവിടെ അവരുടേതായ ചർച്ചുകളിലൊക്കെ ചിത്രപ്പണി കാണുന്നു, ചിത്രങ്ങൾ കാണുന്നു, പ്രതിമകൾ കാണുന്നു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് അവരുടെ സ്വഭാവമാണ്, അവരുടെ ശീലമാണ്. അവരുടെ കൂട്ടത്തിലെങ്ങാനും ഒരു സ്വാലിഹായ മനുഷ്യൻ, അത് നബിയാവണമെന്നില്ല, നല്ല ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മേലെ ഇവരതാ എടുപ്പുണ്ടാക്കുന്നു, ആരാധനാ കേന്ദ്രം സ്ഥാപിക്കുന്നു. അങ്ങനെ അവിടെ പോയി അവരെ ഇബാദത്ത് ചെയ്യുന്നു. ഫഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗം അവരാണ് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എങ്കിലും നമ്മൾ മനസ്സിലാക്കൂ, ആ പറയുന്ന വിഷയത്തെ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും അവിടുന്ന് എന്തിനാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഹിക്മത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞല്ലോ. അത് ഈ ഉമ്മത്തിനുള്ള താക്കീതാണ്. റസൂലുള്ളാഹിന്റെ ദുആഉമില്ലേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, നിരന്തരം സന്ദർശിക്കപ്പെടുന്ന ആഘോഷ കേന്ദ്രമായി റബ്ബേ എന്റെ ഖബറിടത്തെ നീ മാറ്റല്ല. ഈ ഉമ്മത്തിനുള്ള റസൂലിന്റെ താക്കീതാണ് ആ ദുആയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയല്ലേ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് അതേ ജാറങ്ങൾക്ക് വേണ്ടി ഇന്ന് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജാറം ഇസ്ലാമികമാണെന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള നിർദ്ദേശിച്ചിട്ടുള്ള, അദ്ദേഹത്തിനോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന എന്താണെന്നറിയുമോ? ഇസ്ലാമിക ശരീഅത്തിന് ശക്തി നൽകപ്പെട്ടപ്പോ രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട്, നാടുകളിൽ സഞ്ചരിച്ചുകൊണ്ട് കെട്ടിപ്പണിത ഒരു ഖബറും നിരപ്പാക്കാതെ വിടല്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചല്ലോ. ആ പറയുന്ന കെട്ടിപ്പണിതത് എന്ന് പറഞ്ഞാൽ അവർ ആരുടേതാണ് കെട്ടിപ്പണിതത്? ഏതെങ്കിലും ലോക്കൽ മനുഷ്യന്മാരുടേതാണോ? അല്ല, എല്ലാ മഹാന്മാരുടേതടക്കം. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആൾക്കാർ പറയാണ്, ഉസ്താദുമാര് പറയാണ്, അതെ അതൊക്കെ പറഞ്ഞത് മുശ്രിക്കിന്റെ ഖബറിനെ കുറിച്ചാണ്. ഏതോ മുശ്രിക്കിന്റെ ഖബറിനെ കുറിച്ചാണ്. സംഗതി ശരിയാ, അതും അതിലുണ്ട്. ഇപ്പൊ മറ്റുള്ളവരുടെ സംസ്കാരം നമ്മൾ ഇപ്പൊ നോക്കിയാലും കാണാം, ഏത് സാധാരണക്കാരൻ മരിച്ചാലും കാണാം അവർ ഖബർ കെട്ടിപ്പോക്കണേ. ഏത് സാധാരണക്കാരൻ മരിച്ചാലും മറ്റു പല മതസ്ഥരുടെയും നമ്മൾ കാണുന്നുണ്ട്, അവർ ഖബർ കെട്ടിപ്പോക്കും, അതിൽ മാർബിൾ ഇടും, കുമ്മായിടും, ടൈൽസ് ഇടും. പക്ഷെ അത് സാധാരണക്കാരൻ്റെത് മാത്രമാണോ? അല്ല, എല്ലാ മഹാന്മാരുടേതും അങ്ങനെ തന്നെ. ആരാ? റസൂലുള്ള പറഞ്ഞു, മഹാന്മാരുടേതും അങ്ങനെ മഹാന്മാരുടേതും എല്ലാത്തതുമായ ധാരാളം ഖബറുകൾ അന്ന് അവിടെ കെട്ടിപ്പൊക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ള പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ മഹാന്മാരെ ഖബർ മാറ്റിവെച്ചൊക്കെ സാധാരണക്കാരെ ഖബർ പൊടിച്ചോ. അങ്ങനെ പറഞ്ഞ റസൂല്
മഹാന്മാരെ ഖബറൊക്കെ അങ്ങനെ ബോധ്യപ്പെട്ട സംശയമുള്ളത് പൊളിച്ചാളെ, മഹാന്മാരുടെ ഉറപ്പുള്ളത് അവിടെ വെച്ചാളെ, സാധാരണക്കാരനും പൊളിച്ചാളെ. അങ്ങനെ ഒരു തഫ്രീഖത്ത് റസൂലുള്ള പറഞ്ഞോ? ഇത് എവിടുന്ന ഈ വിവേചനമൊക്കെ കൊണ്ടുവന്നത്? അങ്ങനെയാണോ ഇസ്ലാം ദീൻ നമ്മൾ മനസ്സിലാക്കുന്നത്? നബി പറഞ്ഞത് ഏത് ഖബറും അത് നിങ്ങൾ തട്ടിയരപ്പാക്കാതെ വിടണ്ട, പൊളിച്ചാളേന്നാ. അയച്ചിട്ട് ഈ ഉമ്മത്ത് മുസ്ലിമ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പം, ഈ കർണാടകത്തിലും കേരളത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ ഖബർ പോയി പൊളിക്കും. അങ്ങനെ ആരെങ്കിലും പൊളിച്ചാൽ അത് എല്ലാവരുടെ തലയിലും ഉത്തരവാദിത്വം വെക്കൊന്നും വേണ്ട. ഇവിടുത്തെ പിന്നെ ശിഷ്ടവും ഇവിടത്തേതായ നിയമങ്ങളും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇവിടെ ആരും ആരുടെയും പോയി പള്ളിയും പൊളിക്കൂല, പൊളിക്കാനും പാടില്ല, ആരുടെയും ഖബറും പൊളിക്കൂല. അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ത്യയിലുള്ളത്. പക്ഷെ സംഗതി പറയാനുള്ളത് പറയും. എന്താണ് ഹദീസിൽ എങ്ങനെ ഉണ്ട്? അത് ഇനി ഖബർ പൊളിക്കാനുള്ള ആഹ്വാനാന്ന് ആരും മനസ്സിലാക്കണ്ട. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ വിവരമുള്ള ഒരു മുസ്ലിമും അതിന് മുതിരില്ല. ഇവിടെ അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. നിയമത്തിന് അനുകൂലമായി അതിന് സാധിച്ചാൽ അങ്ങനെ ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ മലപ്പുറത്ത് അങ്ങനെ ഒരു പള്ളിയിൽ പിന്നെ കെട്ടിപ്പൊക്കിയ ഖബറുണ്ടായിരുന്നു പൊതുസ്ഥലത്ത്. അത് കോടതിയിൽ കേസ് നടന്നിട്ടാ പൊളിച്ചത്. കാരണം ഷാഫിഈ മദ്ഹബ് പ്രകാരം പബ്ലിക് സ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കൽ പൊളിക്കണം എന്നാ. ഷാഫിഈ മദ്ഹബ് പ്രകാരം മുസ്ലിം ആക്ടിൽ, മുസ്ലിം മക്കാബിറയിൽ, മുസ്ലിം ശ്മശാനിയിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഷാഫിഈ നിയമപ്രകാരം മുസ്ലിം ആക്ട് പ്രകാരം പാടില്ല. കേസ് നടന്നു, വിജയിച്ചു, ഖബർ പൊളിച്ചു. അങ്ങനെ വല്ലതല്ലാതെ ഒളിയിൽ സ്വകാര്യത്ത് പോയി ഖബർ പൊളിപ്പിക്കാനുള്ള ഒരു ആഹ്വാനവും വിവരമുള്ള ഒരു മനുഷ്യനും പറയാൻ പോകുന്നില്ല. പക്ഷെ ഹദീസിൽ റസൂൽ പറഞ്ഞതിന്റെ പൊരുളാണ് നമ്മുടെ ചർച്ച. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടില്ല മഹാന്മാരുടേതെന്ന് തോന്നുന്നത് വെച്ചോ, ആൾക്കാർക്ക് ബറക്കത്തെടുക്കാൻ നല്ലതല്ലേ, അവിടെ ബറക്കത്തിന് പോവാൻ നല്ലതല്ലേ, അതുകൊണ്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചാളെ, സാധാരണക്കാരന്റെ ഖബറിനെ പൊളിച്ചോ. എന്നിട്ട് ഇപ്പൊ പറയുന്നു റസൂലുള്ള പൊളിക്കാൻ പറഞ്ഞത് മഹാന്മാരുടെ ഖബറല്ല, സാധാരണക്കാരന്റെ ഖബറാണ്, മുശ്രിക്കിന്റെ ഖബറാണ്. അങ്ങനെ ഒരു വേർതിരിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വേർതിരിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ ഖബറുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ബറക്കത്തെടുക്കാനാണെന്നാണ് ആളുകൾ പറയുന്നത്. മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് അവരുടെ ശരീരം ഒട്ടി നിൽക്കുന്ന മണ്ണല്ലേ, അതുകൊണ്ട് ആ മണ്ണിന് ബറക്കത്തുണ്ട്. ആ ബറക്കത്തുള്ള സ്ഥലത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിനും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഖബർ തേടി പോകുന്നത്. ഖബറിന്റെ അരികിൽ നിന്ന് ചിലർ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു എന്നും പ്രതീക്ഷിച്ചിട്ട്. ഖബറിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്താൽ പ്രത്യേക ഇജാബത്തുണ്ട്. ഖബറിന്റെ അരികിൽ നിന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ബറക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഖബറിങ്ങനെ പോകുന്നത് അതും ബിദ്അത്ത് തന്നെ. ഇനി അതേ വിളി ആ ഖബറാളിയോട് വിളിച്ചാൽ അത് ശിർക്കുമാണ്. അത് ഇപ്പറഞ്ഞ ശിർക്ക് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുകയും ചെയ്തു. ഒരാൾ ഖബറിന്റെ അടുത്ത് പോവാണ്, ആരോട് ദുആ ചെയ്യാൻ? അല്ലാഹുവോട്. ആ അള്ളാഹിനോട് ദുആ ചെയ്യാൻ മമ്പർത്തെ ഖബറിന്റെ അടുത്ത് പോകുന്നു, ഉള്ളാളെ തങ്ങൾ ഖബറിന്റെ അടുത്ത് പോകുന്നു. എന്തിനാ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ദുആ ചെയ്താൽ കിട്ടാത്ത ഒരു ഇജാബത്ത് ഖബറിങ്ങ ചെന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്താലും അതും ഹറാം തന്നെ. കാരണം എന്താ? അങ്ങനെ ഖബർ തേടി ബറക്കത്ത് തേടി പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അത് നിഷിദ്ധമാക്കി, പാടില്ലെന്ന് പറഞ്ഞു. അത് ചെയ്ത് നിലനിന്നിരുന്ന ഒരു സമുദായത്തിനെതിരെ അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ജാറം ഇസ്ലാമികമല്ല, അതുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിയാറത്ത് ടൂറിനും ഇസ്ലാമികമായി സാധ്യതയില്ല, സാധുതയില്ല. ആ ഖബറിൽ നടക്കുന്ന അത്തരത്തിലുള്ള നേർച്ചകൾക്ക് ഇസ്ലാമിൽ സാധ്യതയില്ല. ആ ഖബറിൽ നടക്കുന്ന അത്തരത്തിലുള്ള നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം, അവിടെ വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം, അവിടെ പൂജാരിയായി നിൽക്കുന്ന സമ്പ്രദായം, ആ ഖബർ വൃത്തിയാക്കാൻ ഒരു പ്രത്യേകം ഖാദിമിന്റെ ജോലി സ്വീകരിക്കുന്ന സമ്പ്രദായം, അത് ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് ഇസ്ലാമിന് അന്യമാണ്. അത് മറ്റു മതസ്ഥരിൽ നിന്ന് കടന്നു വന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മരണം എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹ് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, മരണത്തിലേക്ക് കാത്തുവെക്കല്ല, തൗബ മാറ്റിവെക്കല്ല.
തൗബ പിന്തിപ്പിക്കല്ല. ബോധ്യപ്പെട്ടാൽ ഉടൻ തൗബ ചെയ്തോളണം. അതിന്റെ അടുത്ത നിമിഷം അവൻ മരിച്ചാലും അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഒരു മനുഷ്യനെയും നരകത്തിൽ എറിയണമെന്ന് വെച്ചിട്ടല്ലോ ദീൻ പഠിപ്പിച്ചത്. നരകത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയത് ആ നരകത്തിലേക്കൊക്കെ കുറച്ചാൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? നരകത്തിലേക്ക് ആരും ചെന്നുപെടല്ലേ എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലാഹ് ധാരാളം നബിമാരെ പറഞ്ഞയച്ചിട്ടുള്ളത്? അല്ലാഹുവിന് തന്റെ ദേശത്തെക്കാളും അള്ളാന്റെ റഹ്മത്ത് അതിജയിച്ചിരിക്കുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് റഹ്മാനായ റഹീമായ റബ്ബ് നമുക്ക് ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇതൊക്കെ ചെയ്തിട്ടും മരിക്കാൻ അല്ലാഹ് നമ്മുടെ ആയുസ്സിന് അവധി വെച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ് തന്ന നിഅമത്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇനിയും അതിന്റെ പിന്നെ കൂടാതെ ശിർക്ക് എന്ന് ഹറാമെന്ന് ബോധ്യപ്പെട്ടത് എന്താണെന്ന് കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് അത് ജീവിതത്തിലുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കണം. അല്ലാഹ് ഹയ്യല്ലേ, ഖയ്യൂമല്ലേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ദീനാവട്ടെ ദുനിയാവട്ടെ ചെയ്തു തന്നാൽ, അതിന് നമുക്ക് സഹായം ചെയ്താൽ തീരാത്ത ഖസാനയുടെ ഉടമയല്ലേ റബ്ബ്. എന്ത് പ്രശ്നമുണ്ടോ അല്ലാഹുവോടല്ലേ പറയേണ്ടത്. ചോദിച്ചാൽ മടക്കാത്തവനല്ലേ റബ്ബ്. കേൾക്കാൻ തടസ്സമില്ലാത്തവനല്ലേ റബ്ബ്. പറയാതെ തന്നെ മനസ്സറിയുന്നവനല്ലേ റബ്ബ്. അങ്ങനെയല്ലേ ചെറുപ്പത്തിൽ നമ്മൾ പാടിപ്പടിച്ചത്, ചെറുപ്പത്തിൽ മദ്രസയിൽ നമ്മളെ ഉസ്താദുമാര് പഠിപ്പിച്ചത്. അതേ കാര്യം വലുതായപ്പോ പിന്നെ എങ്ങനെ മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാമെന്ന് പറയുമ്പോ നമുക്കൊരു സ്വാഭാവികം മാത്രമായി തോന്നുന്നു. അല്ലാഹുവാണ് അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയതെന്ന് നബിമാരുടെ കഥ ചെറുപ്പത്തിൽ ഉസ്താദുമാര് പറഞ്ഞത് കേട്ട് പഠിച്ച നമുക്ക് പിന്നെ എങ്ങനെയാണ് മൊഹീദ്ദീൻ ശൈഖ് രോഗം മാറ്റും, മൊഹീദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്തോ എന്ന് പറയുമ്പോ ഒരു സ്വാഭാവികമായി തോന്നുന്നത് ഒരിക്കലും പാടില്ല. അത് അസ്വാഭാവികമാണ്, പാടില്ലാത്ത വാദമാണ്. അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ കൊടുത്ത റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ സക്കരിയ അലൈഹിസ്സലാമിന് മക്കളെ കൊടുത്ത റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബദറിൽ വിജയം പ്രദാനം ചെയ്ത റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ കാലങ്ങളായി ആരെയൊക്കെ റബ്ബ് സഹായിച്ചിട്ടുണ്ടോ അത് അവർക്കുമുള്ളത് മാത്രമല്ലല്ലോ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ആ വാഗ്ദാനം ഖിയാമത്ത് നാൾ വരെ നിലനിൽപ്പില്ലേ? ജാറങ്ങളുടെ പിന്നെ പോകുന്ന സഹോദരന്മാരെ, അള്ളാന്റെ ഈ കൽപ്പനയോട് നമ്മൾ നീതി പുലർത്തിയോ? അള്ളാഹുവിന്റെ ഈ ആവശ്യപ്പെടലിനോട് നമ്മൾ ജവാബ് നൽകിയിട്ടുണ്ടോ? അള്ളാഹ് പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആനി. അല്ലാഹു റസൂലിനോട് പറയുന്നു, റസൂലേ, എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം, ഞാൻ സമീപസ്ഥനാണ്, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇത് അല്ലാഹ് ഓഫർ എന്നതല്ലേ? ഇതിനോട് നമ്മൾ നീതി പുലർത്തിയോ? ഈ ആയത്തിനെ നമ്മൾ അമൽ ചെയ്തോ? എന്റെ ശബ്ദം കേൾക്കുന്ന ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെട്ട എന്റെ സഹോദരങ്ങളോടടക്കം പറയട്ടെ, ഈ ആയത്തിനെ അതിൻ്റെതായ നീതിയിൽ തന്നെ നമ്മളെ അമല് ചെയ്യണം. അത് അള്ളാഹിനോട് എപ്പോഴെങ്കിലും ദുആ ചെയ്താ പറ്റൂല. ഏത് സന്ദർഭത്തിലും അള്ളാഹിനോട് ദുആ ചെയ്യണം. ദുനിയാവിന്റെ വിഷയത്തിലും ആഖിറത്തിന്റെ വിഷയത്തിലും അള്ളാഹിനോട് ദുആ ചെയ്യണം. അതിന്റെ മിനിമം രൂപമാണ് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്ന ദിക്ർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗ്ഗക്കാരുടെ അവസാനത്തെ പ്രാർത്ഥന തന്നെയും അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനല്ലേ. അതുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ, രോഗം മാറ്റണേ, ആഗ്രഹം നേടിത്തരണേ എന്ന് എന്തെങ്കിലും ചോദിക്കൽ മാത്രമല്ല ദുആ. അല്ലാഹുവിന് വേണ്ടി അൽഹംദുലില്ലാഹ് പറയൽ ദുആയാണ്, സുബ്ഹാനല്ലാഹ് പറയൽ ദുആ ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ പറയൽ ദുആ ആണ്, വിശുദ്ധ ഖുർആൻ ഓതൽ ദുആ ആണ്,
നിസ്കരിക്കൽ പ്രാർത്ഥനയാണ്. അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളൊക്കെയും ദുആ തന്നെ. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാണെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യുള്ളൂ. പക്ഷെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് കാണുന്നില്ല അവന്റെ ജീവിതത്തിൽ. വേണ്ടാന്ന് വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടല്ല, നിർബന്ധമില്ലേ എന്ന് വിചാരിച്ചൊരു 5 റക്അത്ത് പേര് നിസ്കരിക്കുന്നുണ്ട് എന്നതിലപ്പുറം അവനും അള്ളയും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിസ്കാരം കഴിഞ്ഞാ ഓടിപ്പോകുന്നു. അള്ളാഹിനോടൊരു ബന്ധമില്ല. രാവിലെ ചൊല്ലേണ്ട ദിക്റുമായി അവന് ബന്ധമില്ല. അതൊന്ന് നോക്കി ചെല്ലാൻ പോലും താല്പര്യമില്ല. പ്രദോഷത്തിലുള്ള പ്രാർത്ഥന അവൻ അറിയൂല, കേട്ടിട്ട് പോലുമില്ല. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട ഒരു അവസരവും അവൻ മുതലെടുക്കുന്നില്ല. ഒരു മനുഷ്യനോട് സമീപിക്കുമ്പോ പോലും പടച്ചോനെ എനിക്ക് അദ്ദേഹത്തെ അനുകൂലമാക്കി തരണേ എന്ന് അയാൾക്ക് തോന്നുന്നില്ല. ഒരു അനുഗ്രഹം കിട്ടുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നുന്നില്ല. എങ്കിൽ അതും ഈ പറഞ്ഞ തൗഹീദിൽ നിന്നുള്ള അകൽച്ചയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹിനോട് എപ്പോഴെങ്കിലും ദുആ ചെയ്യുക എന്നതല്ല ഇസ്ലാം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അതല്ലേ അള്ളാഹു സ്വീകരിച്ച ശൈലി. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. എപ്പെന്ന് പറഞ്ഞോ? എപ്പോഴാന്ന് പറഞ്ഞോ? ഇല്ല, എന്നാ എപ്പോഴും. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വലാ തുശ്രികൂ ബില്ലാഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കാനും പാടില്ല. അപ്പൊ ചിലര് പറഞ്ഞു ശിർക്കൊന്നും ഞാൻ ചെയ്യൂല, ഇബാദത്തും ചെയ്യൂല. തൗഹീദൊക്കെ ഇസ്ലാമിൽ സൂപ്പറാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യേണ്ടത് അത് അള്ളാഹിനെ മാത്രമായാലും സംശയമില്ല. എന്നിട്ട് എന്താ നിസ്കരിക്കാത്തത്? ഞാൻ ശിർക്ക് ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് കാര്യമില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്ന ഇബാദത്തിൽ ശിർക്ക് വരാനും പാടില്ല. അല്ലാഹു പറഞ്ഞല്ലോ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ എൻ്റെ റബ്ബ് എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞല്ലോ. അവിടെ പ്രാർത്ഥന എന്നാൽ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിക്കൽ മാത്രമല്ല, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലലും അള്ളാഹുവിന് വേണ്ടി നിസ്കാരം വർദ്ധിപ്പിക്കലും ഇബാദത്തിന്റെ അനവധി നിരവധി ഇനങ്ങളിൽ തന്റെ ജീവിതത്തിനും ആരോഗ്യത്തിനും സൗകര്യപ്രദമായത് തെരഞ്ഞെടുക്കുകയും അത് ജീവിതത്തിൽ നിത്യമാക്കുകയും അങ്ങനെ ഫർളിലൂടെയും അതിലേറെ സുന്നത്തിലൂടെയും ഒക്കെ അള്ളാഹിലേക്ക് അടുക്കണം, അടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വിലായത്ത് നേടാൻ ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അവസാന സന്ദർഭത്തിൽ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനോട് നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. വെറും പ്രാർത്ഥന മാത്രമല്ല, എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കൽ മാത്രമല്ല. ആ ചോദ്യത്തിനേക്കാളും അഫ്ളലായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിനെ പുകഴ്ത്താന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് തുടങ്ങി അള്ളാഹിന്റെ മഹത്വം പ്രതിപാദിക്കുന്ന ദിക്റുകൾ ചൊല്ലുക. ഖുർആൻ ധാരാളമായി ഓതുക. ആ ഓത്ത് തന്നെ നിസ്കാരത്തിലാക്കാൻ ശ്രമിക്കുക. നോമ്പെടുക്കുക. ഇതൊക്കെ അള്ളാഹിനെ പുകഴ്ത്തുന്നതിന്റെ രൂപമാണ്. ഇതൊക്കെ അള്ളാഹ്ക്കുള്ള വൈവിധ്യങ്ങളാർന്ന ഇബാദത്തുകളാണ്. അതോടൊപ്പം അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹിനെ പുകഴ്ത്തി 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 പുകഴ്ത്തുന്നതിന്റെ കാരണം അയാൾ അള്ളാഹിനോട് ചോദിക്കാനാണ് വിട്ടൂന്ന് കൂട്ടുക. അയാൾ ചോദിച്ചാലുള്ളതിനേക്കാളും ഗുണമേന്മയോടെ അയാൾക്ക് അള്ളാഹ് കൊടുക്കുന്ന അള്ളാഹിനോടുള്ള സനാഹ് കാരണം അയാൾ അള്ളാഹിനോട് ചോദിക്കാൻ വിട്ടൂന്ന് കൂട്ടുക. അയാൾ എന്തിനു വേണ്ടിയാണോ അള്ളാഹിനെ സനാ ചെയ്തത്, അയാളുടെ മനസ്സിലുള്ളത് അയാൾ പറയാതെ തന്നെ അള്ളാഹ് കൊടുക്കുന്ന അള്ളാഹിനോടുള്ള സനാഹിന്റെ ഊക്കുണ്ടെങ്കിൽ. അതുകൊണ്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം. റസൂലുള്ളാഹി അള്ളാഹിനോട് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ആ ഇബാദത്ത് ചെയ്ത് കാണിച്ചു തന്നു. കാലിൽ നീരിട്ടോളം നിസ്കരിച്ചു. അത് നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് പരമാവധി ഇബാദത്തിലായി നമ്മൾ മുന്നേറുക. അത്തരം മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിർക്ക് ജീവിതത്തിൽ അടുപ്പിക്കാതിരിക്കുക. അതുണ്ടെങ്കിൽ തൗബ ചെയ്യുക. ഉള്ളവരെ ഉണർത്തുക, ബോധ്യപ്പെടുത്തുക. ഒരു വട്ടം പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ ആവർത്തിച്ച് പറയുക. ബന്ധങ്ങളിലൂടെ നമ്മൾ അവരെ ആ ബന്ധത്തിൽ ഈ ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കാനും മരിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് മറ്റും ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യന്മാർ, മുഅ്മിനുകൾ, അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ ദൂരീകരിച്ച് ഈമാനോട് ഇസ്ലാമോട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനുകൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.